وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وقال النبي صلى الله عليه وسلم لو بلغ الذنوب عنان السماء ثم استغفرتني غفرت لك فلا أبالي أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടുന്ന കബൂലാക്കുമാറാകട്ടെ. എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവനെ കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ വലിയ കരുണയുള്ള വേറൊരാളുമില്ല. അല്ലാഹുവാണ് ഏറ്റവും കരുണയുള്ളത്. അല്ലാഹുവിന്റെ കരുണ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കൂടി പറ്റും. അല്ലാഹുവിന് 100 കരുണയുണ്ട്. അതിലൊരു കരുണയാണ് ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും. ഒരു ഉമ്മ ഒരു കുട്ടിനോട്, ഒരു പശു അതിൻ്റെ കുട്ടിനോട്, ഒരു എരുമ അതിൻ്റെ കുട്ടിനോട്, ഒരു ആന അതിൻ്റെ കുട്ടിനോട്, അങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ സ്നേഹവും വാത്സല്യവും കരുണയുമെല്ലാം അള്ളാഹുവിൻ്റെ ഒരു കരുണയുടെ വീതം വക്കലുകളാണ്. ബാക്കി ഫുൾ 99 അള്ളാഹുവിൻ്റെ കയ്യിൽ. ഫുൾ 99 അള്ളാഹുവിൻ്റെ കയ്യിൽ. ഫുൾ കരുണ. 100 കരുണയിൽ ഒന്നാണ് കൊടുത്തത്. നമ്മൾ ആലോചിക്കി എത്ര കരുണ. നമ്മൾ ഉമ്മൻ്റെ കരുണ കണ്ടതാണ്, ഉമ്മാന്റെ സ്നേഹം കണ്ടതാണ്. എത്ര ഉമ്മാരെങ്ങനെ ഉണ്ട്. ഇവർക്കൊക്കെ വീതം വെച്ച് കൊടുത്തിട്ട് ആ ഒരു കരുണ തീരില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ബാക്കി 99 കരുണ തേക്കും. അതുകൊണ്ട് അള്ളാഹ്ക്ക് നാമങ്ങൾ പഠിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും അള്ളാഹു തആല എത്ര കരുണയുള്ളവനാണ്. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ് റഹ്മാൻ. അതുകൊണ്ട് അവന്റെ സൃഷ്ടികളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അവന്റെ കരുണന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിലുണ്ട്, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലഹു അജ്ർ. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ മതി. ഇരിക്കുന്ന നമ്മളെല്ലാവരും കൂടി ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വിചാരിച്ച് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരാൾക്ക് 1000 രൂപ കൊടുക്കാം എന്ന് നമ്മളോട് വിചാരിച്ചു സത്യസന്ധമായി, അപ്പൊ തന്നെ 1000 കൊടുത്തതായിട്ട് അല്ലാഹു എഴുതും. മൻ ഹമ്മ ബിഹസനത്തിൻ ഫലഹു അജ്ർ. അപ്പോൾ നമുക്ക് അതിന്റെ പ്രതിഫലം. ഇനി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അവന് ചുരുങ്ങിയത് 10. പിന്നെ അവൻ കണക്കില്ലാതെ അന്നത്തിനും കൊടുക്കും. ഇത് നന്മയുടെ കാര്യത്തിൽ അതാണ് സമീപനം. എന്നാൽ തിന്മന്റെ കാര്യത്തിലോ ആരെങ്കിലും ഒരാളിൽ തിന്മ ചെയ്യാൻ വിചാരിച്ചു, ആ തിന്മ വിചാരിച്ചതിന്റെ പേരിൽ അയാളുടെ മേലൊരു തിന്മ എഴുതൂല, ഒരു പാപം എഴുതൂല. പിന്നെ അയാൾ പ്രവർത്തിച്ചാൽ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ 2 ആൾക്കാർ. അതിൽ നന്മ എഴുതുന്ന മലക്കാണ് ആ സംഘം, അതിന്റെ അമീർ.
ആ മലക്ക് തിന്മ എഴുതുന്ന മലക്കിനോട് പറയും, കുറച്ചു നേരം കാത്തിട്ട് വെയിറ്റ് ചെയ്യും, അല്പസമയം വെയിറ്റ് ചെയ്യും. സാ എന്നാണ് അതിൽ ഹദീസിൽ വന്ന വാക്ക്. അതിന് ഉലമാക്കൾ കുറെ സമയങ്ങൾ പറഞ്ഞു. ഷാന്ന് വെറുതെ സാ എന്ന് പറഞ്ഞ 1 മണിക്കൂറിനാണ്. എന്നിട്ട് എത്രയായി ഒരാൾ ചോദിച്ചു, മത്താജിക്ക സാ 1 മണിക്കൂർ. സാ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മതി. എത്ര സമയമാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറിയില്ല. കുറെ സമയം വെയിറ്റ് ചെയ്യാൻ പറയും. എന്തിനാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, അവൻ എന്തെങ്കിലും നന്മ ചെയ്യാൻ നോക്കാം. ഇവിടെ നന്മ ചെയ്യാൻ വിചാരിച്ച അപ്പം നന്മയില്ല. പ്രവർത്തിച്ച 10 ചുരുങ്ങിയത്, പിന്നെ അങ്ങോട്ട് കൂടുതലില്ല. പക്ഷെ തിന്മ ചെയ്താൽ അപ്പം എഴുതില്ല, കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണ്ടോ നോക്കാൻ പറയും. അങ്ങനെ നന്മ ചെയ്യില്ലെങ്കിൽ ആ തിന്മ എഴുതിയില്ല. നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തിന്മ എഴുതും, ഒറ്റ തിന്മ. ഇന്നല്ലോ എന്താ വിചാരിക്കണം, നിങ്ങൾ പറയും, ഈ അടിമകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. സൃഷ്ടിക്കാൻ വിചാരിക്കുന്ന ഒരു അടിമനെയാണ് നമ്മളിന്ന് പഠിച്ചു വെച്ചത്. നമ്മൾ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കൽ അങ്ങനെ തന്നെയാണ്. അള്ളാഹു അങ്ങനെ ആക്കും, അള്ളാഹു ഇങ്ങനെ ആക്കും, അള്ളാഹു നരകത്തിലിടും. എന്നുവെച്ചാൽ ഏതെങ്കിലുമൊക്കെ അടിമനെ നരകത്തിലാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു യജമാനനായ പടച്ചവനെ തെറ്റായി പറഞ്ഞു കൊടുക്കണം നമ്മൾ. അള്ളാഹു ഒരിക്കലും അങ്ങനല്ല. അള്ളാഹു എൻ്റെ അടിമകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വിട്ടുവീഴ്ചയുടെ വാതിലാണ് തുറക്കുന്നത്. പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് റമദാൻ മാസം ബാക്കിയുള്ള മാസങ്ങൾക്ക് എത്ര വലിയ വിശാലത നമ്മൾ ചെയ്യും. 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി റമദാനിൽ അല്ലാഹു വെച്ചു. ഒരു 30 ദിവസം നൽകട്ടാൻ മതി. അതും ഈ ഉമ്മത്തിയൊക്കെ അടങ്ങാറാവുമെന്ന് വിചാരിച്ചിട്ടാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അവസാനത്തെ 10 ഒറ്റ രാവുകളില്ല. ഒരു 10 ദിവസം കൊടുത്താൽ 1000 മാസം 83 വർഷവും 4 മാസവും ഇബാദത്ത് കൂലി തരാന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസം നിശ്ചയിച്ചു അള്ളാഹു. ഇത് കഴിഞ്ഞാൽ ശവ്വാലാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, ഇത്ര മാസങ്ങൾ. ഈ മാസം പോലെയായിരുന്നു റമദാനുമെങ്കിൽ എന്തേക്കും നമ്മളെ അവസ്ഥ? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ദുൽഖഅദ എപ്പോഴാണ് കഴിഞ്ഞത് നമുക്കറിയില്ല. ജമാദുൽ ഊല എപ്പോഴാണ് കഴിഞ്ഞത് നമുക്കറിയില്ല. അതൊക്കെ നമ്മളെ അങ്ങനെ കഴിഞ്ഞുണ്ട്. ഇതേപോലെ റമദാൻ വെച്ചിരുന്നെങ്കിൽ ഒരു റമദാൻ മാസം കഴിഞ്ഞു വേണം. ഇല്ല, റമദാൻ ആവുമ്പോൾ അല്ലാഹു ശൈത്താനെ പിടിച്ച് കെട്ടിയിട്ടാണ്. ആ ശൈത്താനെ കെട്ടില്ല. എന്തിനാ കെട്ടിയിരുന്നത് നിങ്ങൾ പറയും? മനുഷ്യനെ പിശാചി ദുർലോഭനങ്ങൾ നടത്തി തിന്മകളിൽ അകപ്പെടുത്തി എൻ്റെ മനുഷ്യരെ, എൻ്റെ അടിമകളെ നരകത്തിന്റെ വറകുകൊള്ളികളാക്കാനുള്ള പരിപാടി നടത്തുന്നതിന് കുറച്ച് കെട്ടിട്ട് തരാണ്. എന്നിട്ട് പാപമോചനത്തിന്റെ വിശാലമായ വാതിൽ തുറന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിപ്പോയിക്കോളി. ഇത് അല്ലാഹു എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പുറത്തു തരാനല്ലാതെ എന്താണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്? ഒരാൾ റമദാനിൽ പ്രവേശിച്ചാൽ മതി. അതിന്റെ ആത്മത്തോടു കൂടി അതിന്റെ മഹത്വം അയാളുടെ ഉള്ളിലുണ്ട്. അപ്പൊ തന്നെ അയാൾക്ക് പുറത്തു കൊടുക്കണം. പിന്നെ അയാൾ ചെയ്യുന്ന നന്മകൾക്ക് അയാൾക്ക് പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കണം. നന്മകൾക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കണം. അത്താഴം കഴിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താക്കി തന്നു. അത്താഴത്തിൽ വലിയ പ്രതിഫലം വെച്ചു അല്ലാഹു തആല. നമ്മളിൽ കുറച്ചൊക്കെ എഴുന്നേറ്റ് തിന്നതിന് നമുക്ക് കൂലി എറിഞ്ഞുണ്ടാവും. തറാവീഹ് നിസ്കാരത്തിന് മാത്രമല്ല, ഖിയാമുൽ ലൈലിന് മാത്രമല്ല, അത്താഴത്തിന് വേണ്ടി ഒരു ഈത്തപ്പഴോ ഒരു വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ചോറോ ഒരു പത്തിരിയോ എന്തെങ്കിലും തിന്നുന്നത് അത്താഴാണ്. അതിന് അല്ലാഹു പ്രതിഫലം തരാമെന്ന് പറയണം. നോമ്പ് തുറക്കുന്ന നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട്. ഫർഹത്താൻ, 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദൽ ഫിത്ർ. ഒന്ന്, നോമ്പ് തുറക്കുന്ന സമയത്തിൽ ഒരു സന്തോഷമുണ്ട്. അല്ലാഹുക്ക് വേണ്ടി പട്ടിണിയൊക്കെ കിടന്നിട്ട് മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു ഈത്തപ്പഴം വായിൽ വെച്ചിട്ട് അത് തിന്നുമ്പം ഒരു മുഅ്മിന്റെ ഹൃദയത്തിന് ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഒരു സന്തോഷം മാത്രമല്ല, ആ മുഅ്മിന്റെ പാപങ്ങൾ പൊറുക്കാനും അവന്റെ ദുആ കബൂലാക്കാനും വേണ്ടി വെച്ചൊരു സംവിധാനമാണ് അല്ലാഹു. നാളെ 2ാമത്തെ സന്തോഷം നബി തങ്ങൾ പറഞ്ഞു, നാളെ റബ്ബിനെ കാണുന്ന ദിവസമുണ്ട്. നബി തങ്ങൾ ബാക്കിയുള്ള എല്ലാ അമലുകളുടെയും പ്രതിഫലം പറഞ്ഞ കൂട്ടത്തിൽ നോമ്പിന്റെ പ്രതിഫലം പറഞ്ഞത് എന്താണ്? അസ്സൗമുലി. അല്ലാഹു പറഞ്ഞതായിട്ട് പറയണ്ടേ, അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്.
അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് അതിന് പ്രതിഫലം. എന്താ പ്രതിഫലം ഞങ്ങളോട് പറയില്ല. അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പ് വിൽക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടി അള്ളാഹ് വെച്ച സംവിധാനമാണ് റമദാൻ. അങ്ങനെ ഒരു മുബാറക്കായ മാസം നമുക്ക് തന്നു. അത് നമ്മളെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കഴിയാറായി ഈ ഇരിക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കുക, അതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് അള്ളാഹു വലിയ കരുണയുള്ളതാണ്. ഇന്നത്തെ ഈ രാത്രി 27-ന്റെ ഈ രാത്രി, ഇന്ന് എവിടൊക്കെയാണോ 27 ഇന്നലെ സൗദരവേലി 27, ഇന്നിവിടെ 27 പല സ്ഥലങ്ങളിലും. എല്ലാ പള്ളികളിലും ആൾക്കാരുണ്ട്. സുലുതയിൽ മാത്രമൊന്നല്ല, പിടിച്ച് തള്ളിക്കയറാണ്. ആ ചെറുപ്പക്കാരും ബാക്കിയുള്ളവരൊക്കെ പള്ളി കയറുന്നു. എന്തിനാണ് വരുന്നത്? അള്ളാഹു ഈ വരവ് കണ്ടിട്ട്, ഇവിടുത്തെ മാത്രമല്ല എവിടൊക്കെ പള്ളികളിൽ ആൾക്കാർ തള്ളിക്കയറി നിൽക്കുന്നുണ്ടോ അത് കണ്ടിട്ട് അള്ളാഹു സന്തോഷിക്കുന്നുണ്ടോ. കാരണം അള്ളയും ആഗ്രഹിക്കുന്ന അതാണ്. ദുനിയാവിന്റെ ചിന്തകളും വസ്തുക്കളൊക്കെ വിട്ടിട്ട് വരി എന്നിലേക്ക്. നിങ്ങളെ ഇല്ലായ്മ ഉണ്ടാക്കിയ ആളല്ല ഞാൻ. നിങ്ങൾക്കെല്ലാം തന്നത് ഞാനല്ലേ. നിങ്ങൾ എന്നിലേക്ക് വരി. ഈ വരവ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ പോലെയാണ് അള്ളാഹു എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ രാജാക്കന്മാരെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളെ പോലെയാണ് അള്ളാഹു എന്ന് ചിന്തിക്കരുത്. അള്ളാഹു വല്ലാത്ത കരീമാണ്. അവൻ ഔദാര്യവാനാണ്. നമുക്ക് കരീമിനും റഹീമിനും റഹ്മാനും പിന്നെ ബാക്കിയുള്ള റഊഫിനും എല്ലാത്തിനും ഒരർത്ഥേ മലയാളത്തിൽ പറയാനുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയതാക്കി ഇങ്ങനെ മാറ്റി പറയാനുള്ളൂ. ഇതൊക്കെ വലിയ വിശാലമായ അർത്ഥങ്ങളുള്ള അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ചോദിക്കാതെ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിന്റെ ആളെ പേരാണ് കരീം. ഒരാൾ ചോദിച്ചിട്ടൊന്നുമില്ല, അവൻ ഇത് ആവശ്യമാണെന്ന് പറഞ്ഞ് കണ്ടറിഞ്ഞിട്ട് കൊടുക്കണം. ഈ ഇരിക്കണ നോക്കി നമ്മൾ ചോദിച്ചിട്ട് തന്നല്ല തിന്നും. ആണോ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തിന്നോ? ഒന്ന് ചോദിച്ചിട്ട് തന്നല്ല. അള്ളാഹ് ചോദിക്കാതെ തന്നവനാണ്. അവനാണ് കരീം. ആ കരീമായ അള്ളാഹുവിന്റെ മുന്നിൽ അടിമകൾ വരികയെന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത്ര ഇഷ്ടം. അതുകൊണ്ട് സാറുമാരെ സിനിമാരെ നമ്മൾ അള്ളാഹിനെ അറിയാതെ പോയതാണ് നമ്മൾ അബദ്ധം. അള്ളാഹിനെ പറ്റി നമ്മൾ തെറ്റായിട്ട് അറിഞ്ഞുപോയി. അത് നമ്മൾ വലിയ തെറ്റുമായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ എങ്ങനെ പരിചയപ്പെടുത്തി അറിഞ്ഞു. അള്ളാഹു തആല എങ്ങനെ പരിചയപ്പെടുത്തി? അള്ളാഹു തആല നബി തങ്ങൾ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു അക്ബർ. ഓരോ സംഭവങ്ങൾ, ഓരോ സംഗതികൾ അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം വാത്സല്യമാണ്. അതുകൊണ്ടാണ് അള്ളല്ല എന്ന് പറഞ്ഞോണി അള്ളന്റെ ഇല്ല. ഞമ്മക്ക് എന്തെങ്കിലും കാട്ടാൻ തോന്നുന്നു. ഉണ്ടോ ഇല്ല നിങ്ങൾ പറയും. ചങ്ങായിക്ക് പറഞ്ഞ അങ്ങനെ കൂട്ടുകാൻ തോന്നും. പക്ഷെ അപ്പോഴും അള്ളാഹു പോകുന്നതിൽ ഓനങ്ങനെ സംരക്ഷിച്ച്, ഓനക്ക് ചോറ് കൊടുത്ത്, ഓൻ ഇങ്ങനെ ചോറ് ദഹിപ്പിച്ച്, ഓന് രക്താക്കി കൊടുത്ത്, ഓൻ ആരോഗ്യം കൊടുത്ത്, ഓൻ അള്ളാഹിനെ പറ്റി എതിര് പറയാനുള്ള തൊണ്ട കൊടുക്കുന്നുണ്ട്. മനസ്സിലാണ് നിങ്ങൾക്ക്? ഉണ്ടോ നിങ്ങൾ പറയും. ചിലപ്പോൾ അള്ളാഹു തആല ചങ്ങായിക്ക് ഇതായിട്ട് പിന്നെയും കൊടുക്കും. ഇതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താ അള്ളാഹിനെ പറ്റി വിചാരിച്ചത്? സയ്യിദുൽ ബശർ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, സയ്യിദുൽ മുർസലീൻ, നബിമാരിൽ മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വധിക്കാൻ വേണ്ടി കൂടിയാലോചന നടത്തി മശൂറിൽ തീരുമാനമായി വാളും എടുത്ത് ഇറങ്ങിയ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആലയുടെ കരുണകൾ നോക്കി അന്നൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നബിനെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് പെരേന്ന് ഇറങ്ങിപ്പോണ ഒരാൾക്ക് അത്രയും ഇതായി കൊടുക്കുക. പിന്നെ എപ്പോഴെങ്കിലും കൊടുത്താൽ നമ്മൾ വേറെന്താ വിചാരിക്കുക? അത്രയും. അപ്പൊ എന്തിനാ കൊണ്ടോണേ? ഞാൻ എപ്പോഴും ഇങ്ങനെ മാറി ഇങ്ങനെ വായിച്ചു വരുമ്പോ മനസ്സിലാവില്ല ഈ കൊണ്ടോണത് എന്തിനാണ്? ഹിദായത്ത് കൊടുക്കാൻ കൊണ്ടുപോകണല്ലോ. ബാക്കി മുശ്രിക്കുകളൊക്കെ വിചാരിച്ചിരിക്കണ എന്താ വിചാരിക്കണേ? ഇപ്പൊ തലയേറ്റിങ്ങനെ പാറിവായി. ഇപ്പൊ തലയേറ്റ് വരും. പോയത് ഉമറാണ്. ഉമർ മോശക്കാരനൊന്നുമല്ല. ഉമർ തലയേറ്റ് വരും. അപ്പൊ അല്ലാഹു തആല അവന്റെ കരുണോട് ഉമറെ വാ, ഞാൻ പണി ഞാൻ തരാം.
നീ വാ. അങ്ങനെ കൊണ്ടുവരികയാണ്. മക്കയിലെ മണ്ണിൽ ഏറ്റവും വെറുപ്പുള്ളത് ഉമറിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരുന്നു. പക്ഷെ കലിമ സ്വീകരിച്ചപ്പോൾ ഒന്ന് പറയാണ് നബിതങ്ങളുടെ ശാസനങ്ങളോട്, എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ മക്കളെക്കാളും എന്റെ ഭാര്യയെക്കാളും എന്റെ എല്ലാത്തിനേക്കാളും ഇഷ്ടം അങ്ങയോടാണ്. പറയാണ്, എല്ലാം ഉണ്ടെന്നല്ല, തുറന്ന് പറയണം. നബിതങ്ങളുടെ ശാസനങ്ങൾ പറഞ്ഞു ഓരോ മുറ. ഇനി എന്താ ബാക്കിയുള്ളത്? ഭാര്യ, മക്കള്, ഉമ്മ, വാപ്പ, എല്ലാ ജനങ്ങളും എല്ലാം ആയി. എന്താ ബാക്കിയുള്ളത്? ആകെ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ, എന്നെക്കാളും എന്ന് ഉമർ അത് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഉമർ മനസ്സിലാക്കിയ എന്നെക്കാളും. അപ്പൊ പറഞ്ഞു എന്നെക്കാളും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ-ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമർ അത് പൂർത്തിയായി. അത്ര പറയുമാ മരിച്ചപ്പം ധീമാനായ ഉമർ പറഞ്ഞു, നബിതങ്ങളുടെ ശാസനങ്ങൾ വഫാത്തായി എന്ന് ആരും പറയുന്നു. പറഞ്ഞു അവന്റെ തല ഞാനെടുക്കും. പറഞ്ഞാൽ അവന്റെ തല ഞാനെടുക്കും. പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. ആരെങ്കിലും നബിതങ്ങളുടെ ശാസനങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ മൂസാ നബി ടൂറിസ്റ്റിലേക്ക് അള്ളാഹ് സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു, അതേമാതിരി പോയതാണ്. സ്നേഹത്തിന്റെ അങ്ങേറ്റെത്തി മരിച്ചു എന്ന് ഉൾക്കൊള്ളാൻ നമ്മൾ ചിലപ്പോൾ പറയുന്നല്ലോ, പർസനെ കേട്ട വാർത്ത പറയും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അപകട വാർത്ത ഒക്കെ കേട്ടാൽ നമ്മൾ മനസ്സറിയാതെ പറഞ്ഞു, പർസനെ ആ കേട്ട വാർത്ത ശരിയാവാതിരിക്കട്ടെ. കാരണം എന്താ പറയുക, നമ്മളെ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആ അവസ്ഥയ്ക്ക് മറന്നെല്ലാം എത്തി. അവരുടെ കർണങ്ങൾ ആലോചിക്കും. വധിക്കാൻ പോയ മനുഷ്യർക്ക് ഇതാക്കി വലിയ കരുണുള്ള ആളാണല്ലോ, ഇത്ര വലിയ കരുണുള്ള നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്ത തങ്ങളുടെ ഒരു പിതൃവ്യൻ ഉപ്പാന്റെ സഹോദരൻ ധീരനായിരുന്നു ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖബൂലിയത്തിന്റെ അവസ്ഥ തന്നെ കേട്ടാൽ നമ്മൾ ഞെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ നബിതങ്ങളുടെ ശാസനങ്ങൾ ഒരാൾ ഉപദ്രവിച്ചു. അതൊരു സ്ത്രീ കണ്ടു, മക്കയിലെ സ്ത്രീ. ആ സ്ത്രീ മുസ്ലിമൊന്നുമല്ല. ആ സ്ത്രീ പറഞ്ഞു ഹംസനോട്, ഹംസ എന്താ ഹംസ, നിന്റെ സഹോദരപുത്രനെ ആൾക്കാർ ഉപദ്രവിച്ചിട്ട് അലാഫി മൂത്താഫി എന്ന് പറഞ്ഞ നടക്കണ്ടല്ലോ. ഹംസ മുസ്ലിമൊന്നുമല്ല, എന്റെ സഹോദരന്റെ മകനെ അടിച്ചു പോലെ ഉപദ്രവിച്ചത് കേട്ടപ്പോ ഫുൾ കൺട്രോൾ പോയി. എന്താ കേറി. അപ്പൊ എന്റെ നേതാക്കന്മാരൊക്കെ മറ്റൊരാ ചില്ലറ സാധാ സീതല്ല, ആ സദസ് കയറിയിട്ട് അടിച്ചു. അൻസറിയല്ല എന്താ എനിക്ക് മുസ്ലിമായോ? ഞാൻ മുസ്ലിമായി. ആ ഒറ്റ വാക്കാണ്, ഞാൻ മുസ്ലിമായി. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ഹംസ ചിന്തിക്കാൻ ഞാൻ മുസ്ലിമായി. നിബിധനുള്ള ഇഷ്ടമാണത്. തങ്ങൾ ഉപദ്രവിച്ചു പറഞ്ഞപ്പോഴേക്ക് ആരും ഉപദ്രവിച്ചൊന്നും പിന്നെ മുമ്പ് നോക്കിയില്ല. അത്ര തങ്ങളെ സ്നേഹിച്ചു, തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വിചാരിച്ചു. അള്ളാഹു ഇസ്ലാമിനെ വേണ്ടി കബൂലാക്കി. ധീരനായി വന്നു. ഹിജ്റ പോയി, ബദ്ർ കഴിഞ്ഞു, ഉഹുദായി ധീരതയോട് കൂടുന്നു. ബദറിൽ ദൊന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറക്കിയത് ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. പിന്നെ അബീദ് റളിയല്ലാഹു അൻഹു മറ്റത്. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദില് ശക്തമായ പോരാട്ടം നടത്തുന്നു. ധീരനാണ്, അസദുള്ളയാണ്, അള്ളാന്റെ സിംഹമാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിൽ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഹിന്ദിന്റെ അടിമയായിരുന്നു വഹ്ശി. ബദറിലേറ്റ അവരുടെ ഭർത്താവ്, അവരുമായിട്ട് ബന്ധപ്പെട്ട പലരും മരിച്ചിട്ടുണ്ട്. മക്കയിലെ പ്രമുഖന്മാരൊക്കെ അബൂജഹൽ, ഉത്ബ, ഷൈബ തുടങ്ങിയ കുറെ എണ്ണം മരിച്ചു. അപ്പൊ അതിന്റെ പക തീരില്ല. പിന്നെ അവൻ പറഞ്ഞു, 3 ആളിൽ ഒരാളെ വധിച്ചിട്ട് വരികയാണെങ്കിൽ സ്വതന്ത്രനാണ് പ്രഖ്യാപിച്ചു. ഒന്ന് പറഞ്ഞു മുഹമ്മദ് ശാസനങ്ങളെ ജീവനോടുകൂടി ഏതെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ ഒന്നിനും വക വയ്ക്കാൻ മതി. രണ്ടാമത്തെ ഒന്നുകിൽ ജീവനോട് പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വക വരുത്തുക. ഹംസ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ അലി റളിയല്ലാഹു അൻഹു. വഹ്ശി പറയുന്നുണ്ട്, ഞാനിങ്ങനെ ആലോചിച്ചു, സ്വതന്ത്രമാകാനുള്ള എൻ്റെ അതിയായ ആഗ്രഹം
അതൊന്ന് പരിശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ച് ഞാൻ ഉഹദിലേക്ക് വിഷമൂട്ടപ്പെട്ട ചാട്ടുളിയുമായി ഞാൻ പുറപ്പെട്ടു. എന്റെ പ്രതീക്ഷ അലി ഇബ്നു അബീ താലിബായിരുന്നു. മൈതാനത്തിൽ ഞാൻ വീഴ്ചിച്ചു. പക്ഷേ നബിതങ്ങളുടെ സാധനം തൊടാൻ കൂടി കിട്ടൂല, എനിക്ക് വന്നേ അറിയാം. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു കിട്ടൂല, അതിശക്തനാണ്. പിന്നെ അലി റളിയല്ലാഹു അൻഹു എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മൈതാനത്തിൽ ശ്രദ്ധിക്കുമ്പം അലി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിസരം ഭയങ്കര വീഴ്ചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അലിക്ക് നേരെ അടുക്കാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നോക്കി ഹംസനെ നോക്കുമ്പം ശക്തമായ പൊരുതൽ നടക്കുന്നുണ്ട്. പക്ഷെ പരിസരം മറന്നിട്ടുണ്ട്. അതിലൊരു പാറക്കല്ലിന്റെ ഒരു മറവിൽ നിന്നിട്ട് ഞാൻ എന്റെ ചാട്ടുളി പ്രയോഗിച്ചു എന്ന് പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടു. വഹ്ശി സ്വതന്ത്രനായി. പിന്നീട് വഹ്ശിയുടെ മേൽ പണി നടന്നു. സഹാബാക്കൾ പണി നടത്തി. ഒന്നര അന്വേഷിച്ച് നടത്തിയുള്ളൂ. വഹ്ശിനെ മക്ക ഫത്ഹായപ്പോൾ നബി തങ്ങൾ പ്രഖ്യാപിച്ചു, എവിടെ കണ്ടാലും ഒരു നിലം നോക്കാതെ കൊല്ലേണ്ട കുറച്ച് ആൾക്കാർ. അതിലൊരാൾ വഹ്ശിയായി. എവിടെ കണ്ടാലും ഇത് നോക്കേ വേണ്ട, കൊല്ലാണ്ട് വഹ്ശി. വഹ്ശിനോട് ആൾക്കാർ ദാവത്ത് ചെയ്യും. വഹ്ശിയുടെ അടുപ്പുള്ള ആൾക്കാർ. വഹ്ശി പറഞ്ഞു, അല്ലാഹു തആല ഒരായത്തിറക്കി, അതിലുള്ളത് തിന്മ ചെയ്തവർ, വ്യഭിചരിച്ചവർ, അങ്ങനൊക്കെ പറഞ്ഞിട്ട് അവരൊഴികെ എന്ന് പറയുന്നതായി അവർക്ക് കൊടുത്തു അവരുടെ കാര്യത്തിൽ. അപ്പൊ വഹ്ശി പറഞ്ഞു, ആ ആയത്തിറങ്ങിയപ്പോ വഹ്ശി പറഞ്ഞു, അത് വ്യഭിചരിച്ചവരും പിന്നെ മോശമായ ശിർക്ക് ചെയ്തവരും അവർക്കൊന്നും ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഞാൻ അതൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ആ ആയത്ത് സൂട്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത. അടുത്ത ആയത്ത് വരുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. റഷീദിനോട് പോയിട്ട് ആൾക്കാർ പറഞ്ഞു, വേറെ പുതിയ ആയത്ത് ഇറങ്ങി. എന്ത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹിനോട് പങ്കു ചേർക്കുന്നതിന് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ബാക്കിയുള്ളതൊക്കെ അള്ളാഹ് പുറത്തുവരും ഉദ്ദേശിക്കുന്നവർക്ക്. വ്യഭിചാരം, വള്ളടിയും ബാക്കിയുള്ളതൊക്കെ അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുന്നു. അപ്പൊ വഹ്ശിയറിനോ ലിമൻ യശാ എന്നൊരു കൈദ് അതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു നിബന്ധന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്റെ കാര്യത്തിലൊന്നും ആ ലിമൻ യശാ ഉണ്ടാവില്ല. ഏത്? അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കണം. ആ ഉദ്ദേശം നിന്റെ നേർക്ക് ഉണ്ടാകാൻ സാധിക്കില്ല. ഞാൻ അത്ര വലിയ കൊടും പാതകം ചെയ്ത ആളാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടായിട്ട് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, പല സബബുൻ നുസൂലുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു സബബുൻ നുസൂൽ ഈ ആയത്തിറങ്ങാനുള്ള ഒരു കാരണം വഹ്ശി ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ അള്ളാന്റെ സിംഹം എന്ന് പറഞ്ഞ ഹബീബ നബിതങ്ങളുടെ സാഹസങ്ങൾക്ക് അത്ര വേദന ഉണ്ടാക്കിയത്. എത്ര വേദന ഉണ്ടാക്കിയെന്നറിയോ? എത്ര വേദന ഉണ്ടാക്കിയെന്നറിയോ? ഉഹദിൽ കഴിഞ്ഞ സംഭവമാണ്. അതിനുശേഷം മക്ക ഫത്ഹാവാണ്. മക്ക ഫത്ഹിന്റെ അന്ന് വഹ്ശി വന്നു, മുഖമൊക്കെ മൂടിയിട്ട് നബിതങ്ങളുടെ സാഹസല്ല ഞങ്ങൾ എടുക്കല്. ഈ ആയത്തിറങ്ങിയപ്പോ എന്താ ആയത്തിറങ്ങിയത്? ഇപ്പോൾ നബിയെ തങ്ങൾ പറയും, യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് അള്ള പറഞ്ഞതായിട്ട് പറയാണ്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിന്റെ മേൽ, സ്വന്തത്തിന്റെ മേൽ അക്രമം ചെയ്ത എന്റെ ദാസന്മാരെ, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരവരുടെ നഫ്സിന്റെ മേൽ അക്രമം ചെയ്ത ആ ആൾക്കാർ, അങ്ങനെയുള്ള എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ച അല്ലാഹു എല്ലാ പാപങ്ങളെയും പൊറുത്തുതരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളെയും അല്ലാഹു പൊറുത്തുതരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പൊറുത്തുതരുന്നവനും കരുണ കാണിക്കുന്നവനാണ്. ഈ ആയത്ത് വഹ്ശിക്ക് ഒഴിയാൻ വേറെ മാർഗമില്ല. വഹ്ശിന്റെ അടുക്കൽ ഓതി ആയത്തിൽ അമ്മ വഹ്ശിയോട് ഞാൻ വരാൻ പറഞ്ഞു. മുഖമൊക്കെ മൂടിച്ച്, കാരണം അതിന് മാട് വന്ന് മക്കത്ത് നിൽക്കാതെ വന്നാൽ എവിടുന്നാ കിട്ടണം, അവിടുന്ന് ശരിയാക്കും ആൾക്കാർ. ആയത്തൊന്നും പിന്നെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. മുഖമൊക്കെ മൂടിച്ച് വഹ്ശി നബിതങ്ങളുടെ സാധനങ്ങൾ എടുക്കലെത്തി. സലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഖം നബിതങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ പൊന്തിച്ചു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, അഅൻത വഹ്ശിയ്യുൻ, നീ വഹ്ശിയാണ്?
വാശി പറഞ്ഞു. അതേ, വർഷങ്ങൾക്ക് മുമ്പ് ഉഹദിന്റെ മൈതാനിയിൽ കൊല്ലപ്പെട്ട പിതൃവ്യനെ, ഉപ്പാന്റെ സഹോദരനെ ഹബീബായ നബി ശാസങ്ങൾ ഓർത്തു. ഉടനെ പൊന്നാര നബി ചോദിച്ചു, കൈഫ ഖതൽത അമ്മി, കൈഫ ഖതൽത അമ്മി, എന്റെ അമ്മിനെ, എന്റെ പിതൃവ്യനെ, എന്റെ ഉപ്പാന്റെ സഹോദരനെ എങ്ങനെയാണ് നീ കൊന്നത്? അപ്പോഴാണ് വാശി ഇതൊക്കെ പറഞ്ഞത്. എന്നോട് ഹിന്ദു ഇങ്ങനെ പറഞ്ഞായിരുന്നു, അങ്ങേ വധിക്കണമെന്നായിരുന്നു, പിന്നെ അന്തനായിരുന്നു, പിന്നെ അരീനായിരുന്നു, റളിയല്ലാഹു അൻഹുമ. ആ സംഭവമൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കൂല വാശി, ഇന്ന് അത്ര നോവിച്ചിട്ടുണ്ട്. നബിക്ക് അത്ര വിഷമം ഉണ്ടായിട്ടുണ്ട്. 70ഓളം പ്രാവശ്യം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. 70ഓളം പ്രാവശ്യം ഉഹദിന്റെ മൈതാനി നെഞ്ഞ് കീറി കരളൊക്കെ പുറത്തെടുത്ത് ജനാസയെ വികൃതമാക്കി. അത് കണ്ടിട്ട് പൊന്നാര ഹബീബിന് തങ്ങളുടെ പല്ല് പൊട്ടിയിട്ടുണ്ട്, തങ്ങളുടെ മുട്ട് പൊട്ടിയിട്ടുണ്ട്, തങ്ങളുടെ കവിളിൽ പടയെങ്കിന്റെ വളയം കൊണ്ടിട്ട് രക്തം വരുന്നുണ്ട്. ഈ രക്തപങ്കിലമായി വേദന അനുഭവിച്ച് നിൽക്കുമ്പോൾ ശരീരം മൊത്തം നൽകുന്ന സാധനങ്ങളുടെ നേരെ രക്തമൊലിക്കാം. അപ്പോഴാണ് ഇത് കാണുന്നത്. എത്ര വേദനിച്ചിട്ടുണ്ടാവുന്ന സാധനങ്ങൾ. ആ വേദനന്റെ പ്രത്യക്ഷത്തിൽ കാരണക്കാരനായ വാശി തന്റെ മുന്നിൽ വന്നു. എന്നിട്ട് സാധനം, വാശി, നീ എന്റെ മുഖം കാണുമ്പോൾ എന്റെ പിതൃവിനെ ഓർമ്മ വരും, ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും. ഉടനെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി പോയിക്കോ. അന്ന് ഭയങ്കര കാര്യങ്ങളുള്ള ആളല്ലേ. നാളെ വാശിയും സ്വർഗത്തിലുണ്ടാവും. റളിയല്ലാഹു അൻഹു, നാളെ വാശി സ്വർഗത്തിലുണ്ടാവും. വലിയ കൊടുംപാതകം ചെയ്ത് ആളിൽ അല്ലാഹു സ്വർഗത്തിലാക്കാൻ. നിങ്ങൾക്ക് ആ താരീഖ് വായിച്ചാൽ ഈ 3 ആയത്തിൽ ഈ വശിന്റെ പേരിൽ അറിഞ്ഞത്. എന്തിനത്ര നമ്മളെ കാണുമ്പോൾ അവിടെക്കട്ടെ ഓണെന്ന് അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാം. അല്ല അങ്ങനെ പറയില്ല. നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല അല്ലാഹു. അതാണ് നിങ്ങളെ വധിക്കാൻ പോയാലും നമ്മളാണ് വധിക്കാൻ പോയാലും പിന്നെ ഇതായിട്ട് കൊടുക്കൂലല്ലോ. ഇല്ലല്ല, അള്ളാന്റെ തസ്തീപാണ് ഇതായിട്ടൊക്കെ കൂട്ടത്തിൽ കൊണ്ടുവരാം. അള്ളാഹ് പുറത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഒരു പ്രശ്നേയല്ല. ഒരു പ്രശ്നമില്ല. പുറത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് പ്രശ്നമല്ല. പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ്, ഒരാൾ ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല പറയുന്നതായിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആകാശം മുട്ട പാപങ്ങൾ ചെയ്തു. ഇങ്ങനെ അട്ടിക്കച്ചിട്ട് അവിടെ എത്തി, ആകാശത്തിലെത്തി. പിന്നെ എന്നോട് ഒരു പ്രാവശ്യം പറയും, എത്ര അള്ളാഹു നോക്കല്ലേ റബ്ബി എന്ന് പറഞ്ഞു. അള്ളാഹു തആല പറയണത്, നിനക്ക് ഞാൻ പുറത്തു തരുന്നു. പല ഉപാലി, എനിക്കൊരു കുഴപ്പമില്ല. ഒറ്റ പ്രാവശ്യം ചോദിച്ചാൽ മതി, 2 എണ്ണം. പിന്നെ എന്നോട് പാപമോചനം ചോദിച്ചു, പല ഉപാലി, ഞാൻ പുറത്തുതരാം, എനിക്കൊരു കുഴപ്പമില്ല. അള്ളാഹ്ക്ക് പ്രശ്നമല്ലേ, പിന്നെ ആർക്കാ പ്രശ്നം? അള്ളാഹ്ക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്ക് പ്രശ്നം? പ്രശ്നമല്ലത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക്. യവന്റെ ഭാവം പുറത്തു, അള്ളാഹ്ക്ക് പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബന്റെ സംഭവം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. കുറെ ആളെ വധിച്ചു. അങ്ങനെ 99 ആളായി. 99 ആൾ. അയാൾ സ്വാഭാവികമായിട്ട് കുറെ ചെയ്താൽ എന്തുണ്ടാവും? ഒരു മനസ്താപമൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ലേ. സ്ഥിരമായിട്ട് ഉള്ളടിക്കുന്ന ആൾ, അയാൾക്ക് മനസ്താപം ഉണ്ടാവില്ലേ, അയാൾക്കൊരു സങ്കടമൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ ആ സങ്കടത്തിനെ കറക്റ്റ് യൂസ് ചെയ്യാൻ ആർക്കറിയില്ല. നമ്മളെ ഈ കൗമിനറിയില്ല. അതാണ് പ്രശ്നം. ഇയാള് ഈ 99 ആളെ കൊന്ന ആള് അയാൾ തോബ, എനിക്ക് തോബുണ്ടോ ചോദിച്ചു. അത് അയാളൊരു സമയമാണത്. അത് ചോദിച്ചത് അങ്ങനത്തെ ഒരു അപൂർവമാണ്. ആ ചങ്ങായി അറിഞ്ഞേ, എനിക്ക് തോബര നിൽക്കണല്ലോ. 99 ആളെ ഒന്നിനെ കൊന്നാലും നമ്മുടെ പൂർത്തമാണ്. 99 കഴിഞ്ഞു, എനിക്കൊന്നും തോബ ഉണ്ടാവില്ല. അപ്പൊ ഇയാളൊരു മനസ്താപത്തോട് കൂടി രക്ഷപ്പെടാൻ എങ്ങനെ ഒരു വഴി അന്വേഷിക്കുമ്പോ ഇല്ലാന്ന് പറഞ്ഞാൽ അടക്കാണ്. അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. ഏതായാലും ആയി, എന്നാല് 100 നേരത്തിൽ ആൾ കൊടുത്തു. അയാൾ പോയി. പക്ഷെ അയാളുടെ ആ മനസ്സിന്റെ അവസ്ഥ കെട്ടടങ്ങിയിട്ടില്ല. അയാൾ വേറൊരാളോട് ചോദിച്ചു, എനിക്ക് തോപുണ്ടാവോ? ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ഞാൻ 100 ആളെ കൊന്നിട്ടുണ്ട്. 10 മണിയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോപുണ്ട്.
അയാൾ ആകെ പറഞ്ഞൊരു കാര്യമാണ്, തൗബ ഉണ്ട്, പക്ഷെ ഈ നാട്ടിൽ നിന്നാൽ നിങ്ങൾ തൗബ ചെയ്താൽ നിങ്ങൾ ആരും വിടൂല, ഇങ്ങനെ ആൾക്കാർ 100 ആളെ കൊന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇന്നൊരു നാടുണ്ട്, ആ നാട്ടുകാർ നല്ല മനുഷ്യരാണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളി. അവിടെ പോയാൽ നിങ്ങൾക്ക് അവർ ആ സജ്ജനങ്ങളുടെ ആ സാലിഹ്യങ്ങളുടെ സച്ചരിതരുടെ കൂട്ടത്തിൽ നിന്നാൽ നിങ്ങളെ മനസ്സും മാറും, നിങ്ങളെ ജീവിതം മാറും, നിങ്ങൾ പോയിക്കൊള്ളി. അങ്ങനെയാണ് അയാൾ പോകുന്നത്. പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചു. അപ്പൊ 2 മലക്കുകൾ, റഹ്മത്തിന്റെ മലക്ക് വന്നു, അദാബിന്റെ മലക്കുകൾ വന്നു. ഈ ബോർഡറിലൊക്കെ മരിച്ചാൽ 2 സ്റ്റേഷനിൽ എന്ത് ചെയ്യും ആൾക്കാർ വരും, 2 സ്റ്റേഷനിൽ ആൾക്കാർ വരും. അത് 2 ആൾക്കാർ വരും. റഹ്മത്തിന് ആൾക്കാരൊന്നും ഇയാൾ തൗബ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോകുന്ന ആളാണ്, അതുകൊണ്ട് ഇയാൾക്ക് പുറത്തു. മറ്റേ പറഞ്ഞു തൗബ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പുറപ്പെട്ടിട്ടല്ലോ, അങ്ങനെ തീരുമാനക്കാരമായില്ലാതെ. അവസാനം അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിച്ചു, അതിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു. ഇയാൾ പുറപ്പെട്ട നാട് അവിടുന്ന് വിട്ടിട്ട് ഇയാൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നാൽ ആ നാടാണ് അടുത്തതെങ്കിൽ ഈ നാടിനേക്കാൾ ഇങ്ങോട്ടാണ് അയാൾ പോകുന്നത്, അല്ല ഈ നാട്ടിലേക്കാണ് അടുത്തതെങ്കിൽ ഇയാൾ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടോട്ടെ, പുറപ്പെട്ട നാട്ടിലേക്കാണ് അടുക്കണമെങ്കിൽ അദാബിന്റെ മലക്കുകൾ കൊണ്ടോട്ടെ. അളന്നു നോക്കുമ്പോൾ ഒരു കുറഞ്ഞ വ്യത്യാസത്തിന് അയാൾ എവിടെക്കെത്തിയിട്ടുണ്ട്, ആ തൗബ ചെയ്യാൻ പോയ നാട്ടിൽ എത്തി. റഹ്മത്തിന്റെ മലക്കുകൾ അയാൾ കൊണ്ടുപോയി. നബിതങ്ങൾ ജാതങ്ങൾ പറയാൻ ഇദ്ദേഹം മലർവാടിയുള്ള കഥ ഒന്നുമല്ല. നമുക്ക് അങ്ങനെ ഒരു കഥ ആരും ഉണ്ടാക്കിയേക്കും, ഞമ്മക്ക് ഒന്നും അറിയില്ലല്ലോ. ഇത് നബിതങ്ങൾ ജാതങ്ങൾ പറഞ്ഞ ഉമ്മത്തിന് പറഞ്ഞുതരാണ്. എന്നുവെച്ചാൽ വൈദറ്റാതക്കാൻ ജീവിതത്തിൽ അബദ്ധത്തിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളിൽ പിശാചിന്റെ ദുർലോഭനങ്ങളിൽ കുടുങ്ങി മനുഷ്യർ തിന്മ ചെയ്തു പോവും. തിന്മ ചെയ്തു പോയാൽ നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾക്ക് പുറത്തു തരുന്ന റബ്ബില്ലേ. ഉമ്മത്തുൻ മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ഉമ്മത്തിന്റെ പാപങ്ങളുണ്ടാവും, ഈ ഉമ്മത്ത് പാപം ചെയ്തുകൊണ്ടിരിക്കും, ഓർക്ക് പുറത്തു കൊടുക്കാൻ ഒരു പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബ് ഓർക്കുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഞാനൊരു ഫ്രീ ഉള്ള സമയത്ത് ഇങ്ങനെ തവാഫ് ചെയ്തോണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആ കില്ലമ്മൽ എന്തൊക്കെ എഴുതിയെന്ന് ഇങ്ങനെ വായിക്കാൻ പറ്റുന്ന സമയം ഉണ്ടായിരുന്നു. അതെങ്ങനെ വായിക്കാം, ശരിക്കും ഇപ്പം പോയ കണ്ടാലും കൊണ്ട് വായിക്കാൻ കിട്ടും. പക്ഷെ അപ്പം ഞാനിങ്ങനെ ഫ്രീയിൽ ഇങ്ങനെ തവാഫ് ചെയ്തോണ്ടിരിക്കാൻ ഞാൻ എന്തൊക്കെ എടുത്തെങ്കിലും എഴുതി നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഈ ആയത്ത് എഴുതിച്ചിട്ടുണ്ട്. നബ്ബി ഇബാദി, എന്റെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കിൻ, അറിയിക്കിൻ. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം. ഞാൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന കരുണയുള്ള റബ്ബാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കീൻ എന്ന ആയത്ത് ആ കില്ലമ്മൽ എഴുതിച്ചിട്ട്. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു അടിമ തവാഫ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് പ്രശ്നം എങ്ങനെ ഒരു റബ്ബിൽ കിട്ടില്ലേ എന്ന് ആലോചിച്ചോടെ നീ ആയിരിക്കണം അത് എഴുതിയത്. ഖുർആന്റെ ഒരു ആയത്താണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം. ഞാൻ ഗഫൂറാണ് റഹീമാണെന്ന് എന്റെ ദാസന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കി. എന്തിനും ഒരു ബേജാറാവേണ്ടത് എന്തിനാ? 100 ആൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. നിർദ്ദംഗ ആശയങ്ങൾ പറയാം, ഒന്ന് പുറത്തു കൊടുത്തു. ഈ കൂട്ടത്തിൽ ആരാ 100 ആളെ കൊന്ന ആളുകൾ? ഒറ്റ കാര്യത്തിൽ 100 ആളെ കൊണ്ടാണ് എത്ര വലിയ കുറ്റാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യന്മാർ തിന്മകൾ സംഭവിക്കും. തിന്മകൾ സംഭവിച്ചു പറഞ്ഞ ജീവിതത്തിനെ നശിപ്പിക്കാനുള്ളതല്ല, യജമാനാണ് അള്ളാഹുവിലേക്കുള്ള. ഒരു മോൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഓർക്ക് പോയി. അവൻ രാത്രി അവൻ തിരിച്ചു വന്നാൽ അവന്റെ ഉമ്മി മാപ്പി അവനെ ഏറ്റെടുക്കും. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് വരി, അള്ളാഹുവിലേക്ക് വരി. ഇതൊരു വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. 100 ആളെ കൊന്നാൾക്ക് പുറത്തു കൊടുത്ത യജമാനൻ ആ നാട്ടിലെത്തിയിട്ടില്ല. പല മക്കൾ പറയല്ലേ, സ്വന്തം നാട്ടിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും അപ്പുറത്തുള്ള നാടുകളിലേക്ക് കുറച്ച് ദിവസത്തിന് പോയിക്കോളി എന്ന് പറഞ്ഞത് ഇതിന്റെ അർത്ഥത്തിലാണ്. നമ്മളെ നാട്ടിൽ നിന്ന് അപ്പുറത്തെ നാട്ടിൽ പോയി അവിടെ പള്ളിയിലൊക്കെ പോയി കുറച്ചേരൊന്ന് കരഞ്ഞ് ദുആക്കെ ചെയ്ത് എത്തിക്കാപ്പൊക്കെ ഇരുന്ന് രാത്രി എഴുന്നേറ്റ് ദുആക്കെ ചെയ്ത് വന്നാൽ അള്ളാഹു ആ പുറപ്പെടൽ വഴിയായി ആ മനുഷ്യൻ പുറത്തു കൊടുക്കുന്നു. അതുകൊണ്ട് അള്ളാഹു വലിയ കരുണകളാണ്. അള്ളാഹുവിന്റെ കരുണ അളക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. അത്ര കരുണകളാണ് അള്ളാഹു. പക്ഷെ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. പ്രത്യേകിച്ച് വേറെ സംഭവമൊന്നുമില്ല. എനിക്ക് പുറത്തു തരണേ അള്ളാഹ് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു തരും. പക്ഷെ പറയാൻ ഈ അടിമെത്തണം. അതാ ഞാൻ പറഞ്ഞത്, ഈ വരവ് അള്ളാഹ് അത്ര ഇഷ്ടമായി.
വേറെ എടുക്കല്ലല്ലോ പോയ ഐസച്ചാറുന്നാനും ദമ്മ് സോടച്ചാന്നല്ലല്ലോ പോയത്. 27 എന്നുള്ള പുത്തരും ഇന്ന് ലൈലത്തുൽ ഖദറാവും. ഈ അടിമന്റെ എവിടോ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷയുടെ ആ കിരണുമായിട്ട് അള്ളാന്റെ ഭവനത്തിൽ വന്നതാണ്. അള്ളാന്റെ ഭവനത്തിൽ വന്നതാണ്. ഇത് പാഴാവൂല സഹോദരാ, ഇത് പാഴാവൂല, ഒരിക്കലും പാഴാവൂല. കാരണം അള്ളാഹ് സന്തോഷിക്കുന്നുണ്ടാവും. എന്റെ അടിമകൾ എന്നിലൊരു വിശ്വാസം ഉണ്ടായിട്ടാണല്ലോ ഈ വന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. തൗബ ചെയ്യാൻ വരുന്നവർ, തൗബയിലേക്ക് അടുക്കുന്നവർ, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ പലതും പറയും, അത് നോക്കിയിട്ടേ കാര്യമില്ല. കാരണം ആൾക്കാർക്ക് അള്ളാഹ് തന്നെ അറിയില്ല. അള്ളാഹിനെക്കാളും വലിയ സ്ട്രോങ്ങാണ് ആർക്ക് വഴി പറയും പടപ്പേക്ക് അള്ളാഹിനെക്കാളും വലിയ സ്ട്രോങ്ങാണ്. അതുകൊണ്ട് അവരാണ് നമുക്കിത് പറഞ്ഞു തന്നത്. അള്ളാഹ് പുറത്തു തരൂല, അള്ളാഹ് ശിക്ഷിക്കാൻ നടക്കുകയാണ്, അള്ളാഹ് നരകത്തിലിടാൻ നടക്കുകയാണ്. നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ കുട്ടിയാകുന്ന കാലത്ത് മോനാത് ചെയ്താലേ അള്ളാഹ് സ്വർഗം തരുന്നു? ഉണ്ടാവില്ല. എല്ലാം പറയുന്നത് നുണ പറഞ്ഞാൽ അപ്പൊ നരകത്തിടും. പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ അപ്പൊ നരകത്തിടും. വേറെ സ്ഥാനം അപ്പൊ നരകത്തിടും. കേട്ട മുഴുവൻ എന്താണ് പറയുന്നത്? ഒരു നരകത്തിൽ ഇരുന്ന പഠിച്ചത് അള്ളാഹ് ഇങ്ങനെ കാത്തിക്കാണ്. എന്തിന്? നരകം കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറിച്ചിങ്ങനെ ഈ അൽഫാം വിട്ടുന്നായി. ഞാൻ പറയും അള്ളാഹു എത്ര കരീമാണ്, എത്ര ഔദാര്യവാനാണെന്ന് നിനക്കറിയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ സംസാരിച്ച നബിയാണ്. കലീമുല്ലാഹി മൂസ അള്ളാഹുവിൽ സംസാരിച്ചു. ഒരുപാട് നബിമാരുണ്ട്. ഹദ്റത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഒരുപാട് നബിമാരുണ്ട്. ഈ നബിമാരിൽ ഒറ്റ നബിയാണ് അള്ളാഹുവെ നിന്നെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. നിന്നെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. എന്താ? റബ്ബി അരിനി അൻദുർ ഇലൈക്, എനിക്കൊന്ന് നിന്നെ കാണിച്ചു, ഞാൻ ഒന്ന് കാണട്ടെ, ഞാൻ ഒന്ന് കാണട്ടെ. ആര് പറഞ്ഞു? മൂസ നബി. ലം തറാനി, അല്ലാഹു തആല പറഞ്ഞു ലം തറാനി, എന്നെ കാണാൻ കഴിയില്ല. ഉൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ മലയിലേക്ക് നോക്ക്, ആ മല അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാം. പിന്നെ ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസ സായിഖ, അല്ലാഹുവിന്റെ തജല്ലിയാത്തിന്റെ പ്രകാശത്തിന്റെ ഒരു ചെറിയ കിരണം ആ പർവ്വതത്തിന്റെ മുകളിൽ അടിച്ചപ്പോൾ ജഅലഹു ദക്ക, അതാണ് പൊടിയായി. വഖറ മൂസ സായിഖ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ടുപോയി. കാണാൻ കഴിയില്ല അല്ലാഹുവിന്റെ തജല്ലിയ. പക്ഷെ മൂസാ നബി ചോദിച്ചു, റബ്ബി അരിനി അൻദുർ ഇലൈക്, എന്നെ കാണാൻ എനിക്ക് പൂതിണ്ട്. കാണാൻ പൂതിന്റെ അതിന്റെ കാരണം പറയാനാണ് ഞാൻ എന്ത് പറഞ്ഞത്. ബാക്കിയുള്ള നബിമാരെന്തോട് ചോദിച്ചില്ല, ഓരെന്തോ മൂസാ നബി എന്തോട് ചോദിച്ചു. ചെറുപ്പക്കാർ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൂസാ നബിനോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, മൂസാ നബിയോട് സംസാരിച്ചു. ആര്? അള്ളാഹു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിൽ നിന്ന് ഭാര്യനൊക്കെ കൂട്ടി ഇങ്ങനെ വരുമ്പം അവിടെ ഇരുട്ടായി, രാത്രിയായി. അപ്പൊ വെളിച്ചം വേണം. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇന്നി അജിദു അലന്നാരി ഹുദ, അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, അവിടെ ആരെങ്കിലും ഒരാൾ വഴി പറഞ്ഞു തരാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ആ മലയിലേക്ക് പോവാണ്. വെളിച്ചം അന്വേഷിച്ച് പോവാണ്. ആര്? അറിവൈ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യനോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇടയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് വെളിച്ചം കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ പോയി. അവിടെ ഇങ്ങനെ എത്തിയപ്പോഴാണ് എന്ത് പറഞ്ഞത്? ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസ, അവിടെ എത്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅ ഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ വഅന ഖതർതുക ഫസ്തമി' ലിമാ യൂഹാ ഇന്നനി അന അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അത്താട് പറഞ്ഞു ഫലമ്മാ നൂദിയ യാ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ ഞാനാണ് അല്ലാഹ്. ഫലമ്മാ നൂദിയ ഇന്നി അന റബ്ബുക, ഞാനാണ് നിന്റെ റബ്ബ്. ചെരുപ്പൂര് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ, പരിശുദ്ധമായ തുവ താഴ്വരയിലാണ് ഉള്ളത്. ഒരു ചെരുപ്പ്, അത് വെളിച്ചല്ല, അത് വർഗത്തിയതൊന്നല്ല. പിന്നെന്താണ്?
മൂസയും ഭാര്യയും മക്കളും ഇങ്ങനെ ശുഐബ് അലൈഹി സ്വലാമിന് മദിയന്ന് മടങ്ങി പോകുമ്പോൾ മൂസക്ക് ഇത് ആവശ്യം വരും. അങ്ങനെ വിളിക്കണം അല്ലാഹു. അള്ളാഹുവിന്റെ പ്രകാശം കണ്ടപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞു ഫഖ്ലാന അലൈഹി ചെരുപ്പൂരി ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നീ പരിശുദ്ധ തുവ താഴ്വരയിലാണുള്ളത്. വഅന ഖ്തർതുക, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഫസ്തമി അലിമാ യൂഹ, നിനക്ക് പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹില്ല. ഫഅബ്ദുനി, ഞാൻ നിന്റെ ഇലാഹായതുകൊണ്ട് നീ എന്നെ ആരാധിക്കണം. വാഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം. സൂറത്ത് ഈ ആയത്താണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കഷ്ണത്തിൽ ഓതിയത്. അവിടെ എത്തിയപ്പോഴാണ് ഉമർ റളിയല്ലാഹു മൂസാ നബിയോട് പറഞ്ഞത്, അവിടെ പെടപ്പുണ്ടായത്. ഇന്നനി അനല്ലാഹ്, അല്ലാഹു പറയില്ലേ ഞാനാണ് അല്ലാഹു. ഉമറിന്റെ ഹൃദയമൊക്കെ പൊട്ടച്ചു. അപ്പൊ അവിടുന്ന് സംസാരം തുടങ്ങി. അല്ലാഹു ആര് വഴി? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ തൂർ സീനയിലേക്ക് പോകും, അല്ലാഹുവിനോട് സംസാരിക്കും. സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും വഴി? എന്താവും? തിരുവനന്തപുരത്തിലെ ഏതൊരു കുട്ടിയായിട്ട് ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് കണ്ടില്ല, പിന്നെ കുറെ വർത്താനൊക്കെ പറഞ്ഞാൽ പിന്നെന്താവും? മാറി വായി. പിന്നെ അടുത്ത പരിപാടി അതൊന്ന് കണ്ടൂടെ നമുക്ക്. അതിന് പറയാൻ ഞാൻ പറഞ്ഞത്, വെറുതെ കണ്ട ഫോണൊന്നും എന്ത് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ വെറുതെ വർത്താനം പറയുള്ളൂ എന്ന് പറയണ്ട. വർത്താനം പറഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റേജ് എന്താണ് കാണാൻ പൂതിയാവും. അവിടെ വേറെ നിലവാരത്തൊന്നും പൂതിയായില്ല. ആർക്കേ പൂതിയായിട്ടുള്ളൂ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പൂതിയായി. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു ലൻ തറാനി ഉൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക ഫഖറ മൂസാ സായിഖ. അജി തുവാ താഴ്വര, തൂർ സീന, തുവാ താഴ്വര. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹിനോട് സംസാരിച്ചു. അപ്പൊ മൂസാ നബി ഇടക്കിടക്ക് ഇങ്ങനെ പോകും ആളോട് സംസാരിക്കാൻ, അള്ളാഹിനോട് സംസാരിക്കാൻ പോകും. അപ്പൊ ഒരാള് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബനീ ഇസ്രായേലില് പല കോലത്തിലുള്ള ആൾക്കാർ 12 ഗ്രൂപ്പുണ്ട്. ബനീ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞത് യാക്കൂബ് അലൈഹി സ്വലാമിന്റെ പേരാണ്. ആരുടെ പേര്? യൂസുഫ് നബിന്റെ വാപ്പ യാക്കൂബിന്. അവർക്ക് 12 മക്കൾക്ക്. ഇന്നി റായിത്തു അഹദ അശ്റ കൗക്കബ, 11 നക്ഷത്രങ്ങൾ. പിന്നെ യൂസുഫ് നബി അബദ്രായി 12. ആ 12 ആൾ. അതുകൊണ്ട് പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അതിലൊരു ചെറുപ്പക്കാരൻ ഫുള്ള് തെമ്മാടി. ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ MDMA അല്ലാത്ത ഒക്കെ ചേർത്ത് അടിച്ച് ഫുൾ ദാന്തുമായി ഫുൾ സ്റ്റോപ്പില് നടക്കുന്ന ഒരു ചെക്കൻ, ഒരു ചെറുപ്പക്കാരൻ. ഓനോട്ട് കുടുങ്ങി നാട്ടുകാരുണ്ട്. അങ്ങനെ നാട്ടുകാരെന്ത് ചെയ്ത് പറഞ്ഞാല് ഓനോട് പറഞ്ഞു, ഇനി ഇവിടെ ഉണ്ടാൻ പാടില്ല, കാരണം ഇവിടുത്തെ ആൾക്കാർ ബാക്കിയുള്ളവർക്ക് കേടുവരും, അതുകൊണ്ട് ഈ നാട് വിട്ടു പോയിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പാടെ നാട്ടുകാർ മൊത്തത്തിൽ ഒരു നായ ഒരു 5-10 ആൾക്കാരെ കടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പഴയ കാലത്ത് എന്തായാലും നാട്ടുകാരൊക്കെ പാടെ കൂടി ഇറങ്ങില്ലേ. അപ്പൊ പിന്നെ ഉദ്യോഗസ്ഥരൊന്നും പിന്നെ പോലെ ആവശ്യം ഉണ്ടാവില്ല. നാട്ടുകാരെ ഒന്നായിട്ട് അവിടെ ഓടിച്ച് പോയതിന്റെ സൈഡൊക്കെ കൊണ്ടുപോയാക്കി ലോക്കാക്കിയിട്ട് അടിച്ചു കൊല്ലണം. അതിൽ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ അങ്ങോട്ട് കടത്തി കയറ്റി വിട്ടു. അങ്ങനെ മലയിൽ പോയി. പിന്നെ അവനെ പറ്റിയൊരു വിവരമില്ല. കുറെ കഴിഞ്ഞപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സന്ദേശം അറിയിച്ചു, മൂസ, ഒരു ചെറുപ്പക്കാരൻ ഇന്ന മലയിൽ ഇന്ന സ്ഥലത്ത് മരിച്ചു കിടക്കുന്നു. അവന്റെ ജനാസ നമസ്കരിക്കുകയും കഫം പൊതിയുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കുന്നത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു, ഇന്ന സ്ഥലത്ത് മലയിൽ ഇന്നൊരാളുണ്ട്, അവന്റെ ജനാസയിലും അവന്റെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ പുറത്തിടുന്നുണ്ട്. അങ്ങനെ പുറത്തിട്ടില്ല വേണ്ടി എല്ലാവരും കയറി പല ഭാഗത്ത് അന്വേഷിച്ച് ഇങ്ങനെ എല്ലാവരും അവിടെ നിന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നുണ്ട്, മരിച്ചിട്ട്. ആളെ കിട്ടി. എല്ലാവരും അവിടെ നിന്നൊക്കെ അറിയിച്ച് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഈ നാട്ടിൽ അവന്റെ തിന്മകളുടെ കെടുതി സഹിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നാട്ടുകാർ നാട് കടത്തിയ ചെറുപ്പക്കാരനാണ്. ബനീ ഇസ്രായേലാണ്. അത്ര പെട്ടെന്നൊന്നും എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ബനീ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞു, ഇവന്റെ ജനാസ നിസ്കരിച്ചതിനാണ് ഞങ്ങൾക്ക്
പുറത്തു തരാൻ പറഞ്ഞ ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ സഹിക്കാൻ കഴിയാതെ നാട്ടിൽ കയറ്റി വിട്ടാറ്. എന്നിട്ടിപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു എന്നോട് അറിയിച്ചതാണ്. മൂസ നബി അള്ളാഹിനോട് പറഞ്ഞു, ഈ ബനി ഇസ്രായേലിലെ ആൾക്കാർ ഇങ്ങനൊക്കെ പറയുന്നത് എന്താ അള്ളാഹു ഈ അവസ്ഥ എന്താണ്? അപ്പൊ അള്ളാഹു താല പറഞ്ഞു, മൂസ അവര് പറഞ്ഞത് ശരിയാണ്. അക്രമം ചെയ്തിട്ട് അക്രമം സഹിക്കവയ്യാതെ നാട്ടുകാരെല്ലാരും കൂടി ഇവിടുന്ന് ഓടിച്ചു വിട്ടതാണ്. അത് ശരി തന്നെയാണ്. അവൻ ഈ കാട്ടിലൂടെ നടക്കരുത്. ഒരു ദിവസം അവൻ ഈ മരണത്തിന് മുമ്പ് അവൻ ചില വാക്കുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞ വാക്കിതാണ്, അല്ലാഹുവേ ഞാൻ തീർച്ച കുറ്റക്കാരനാണ്, എൻ്റെ അബദ്ധവും കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് നീ എനിക്ക് പുറത്തു തരികയാണെങ്കിൽ, നിന്റെ ഇജ്ജത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുകയാണെങ്കിൽ പടച്ചോനെ എനിക്ക് പുറത്തു തരണ്ട. കാരണം നിന്റെ ഇജ്ജത്തിന് കുറവുണ്ടാകാൻ പാടില്ല. അഥവാ ഈ മഹാഭാവിയായി എനിക്ക് പുറത്തു തന്നാൽ നിന്റെ ഇജ്ജത്തിന് ഒരു കുറവുണ്ടാവില്ലെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ പടച്ചോനെ. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, മൂസ ഇവന്റെ പാവങ്ങൾ പുറത്തെടുത്ത എന്റെ ഇജ്ജത്തിന് എന്ത് കുറവുണ്ടാവുന്ന? അവൻ ആ സമയത്തെങ്ങാനും എന്റെ ഇജ്ജത്ത് എന്ന് പറയുന്നതിന് പകരം എനിക്ക് പുറത്തു തരണം എന്ന് പറയുന്നതിന് പകരം ബനി ഇസ്രായേലിലേക്ക് മുഴുവനും പുറത്തു കൊടുക്കണം, പുറത്തു തരാണെങ്കിൽ നിന്റെ ഇജ്ജത്തിന് ഒരു കുറവുണ്ടാവില്ലെങ്കിൽ പുറത്തു തരണം എന്ന് പറഞ്ഞില്ല, ഞാൻ മുഴുവൻ ബനി ഇസ്രായേലിലേക്ക് പുറത്തു കൊടുത്തേനെ. ഇത്ര ഔദാര്യവാനായ ഒരു റബ്ബിന്റെ അടിമകളാണ് നമ്മൾ. അല്ലാഹു നമ്മളോട് ഇതിനേക്കാൾ വലിയ കാരണമുള്ളതാണ്. പക്ഷേ ആ അടിമ അള്ളാഹുലേക്ക് വരണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് ഖുർആനിൽ അള്ളാഹു പറയണേ, ഖുൽ നബിയെ തങ്ങൾ പറയും, യാ ഇബാദി എന്റെ ദാസന്മാരെ, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം അവരുടെ നഫ്സിന്റെ മേൽ അക്രമം ചെയ്ത എന്റെ ദാസന്മാരെ. നമുക്കറിയാം, ഒരു ആളുകൾ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്തോ പേപ്പർ ഒപ്പിടിക്കാൻ വേണ്ടി പോയി. ആ തമ്പാനൂർ മുസാഫിർ ഖാന പള്ളിയിൽ അയാൾ അവിടെ താമസിച്ചു. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ പാടെ പത്രങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ബെഞ്ചൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല. അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടായി. ഇപ്പൊ പത്രമൊക്കെ പോകാനല്ലോ. അന്നാലും പത്രമൊക്കെ ഉണ്ടാവും. ആ പത്രം ഇങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ ഒരാൾ അടുത്തുള്ള നിങ്ങൾ എവിടെ സ്ഥലത്ത്? ഞാൻ മലപ്പുറമാണ്. ഇവിടെ പേപ്പർ ഒപ്പിടിക്കാൻ വേണ്ടി വന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ഇങ്ങനെ വായിച്ചു നിൽക്കുന്നതിന് ഒരു മലപ്പുറത്ത് ഒരു യുവാവിനെ മയക്കുമരുന്നുമായി പിടികൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ അഡിങ് വെച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്നുമായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാൾ എവിടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾക്ക് കാണിച്ചിട്ട് ഒരു ഫോട്ടോ കണ്ടു. അപ്പം അയാൾ ചോദിച്ചാൽ തിരുവനന്തപുരക്കാരൻ ചോദിച്ചു, ഇയാളെ നിങ്ങൾ അറിയിച്ചു? ഞാൻ എനിക്കറിയില്ല. സംഗതി ആരാ? ഇയാളെ മോനാണ്. ആരെ വഴി? ഇയാളെ സ്വന്തം മോനാണ്. എന്നാലും അയാൾ പറയാം എനിക്കറിയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ കഞ്ചാവുകാരൻ എന്റെ മോനാന്ന് തന്നെ മാപ്പിന് നാണയ്ക്കാം. പക്ഷെ അല്ലാഹു പറഞ്ഞത് എന്താ നിങ്ങൾക്കറിയോ? രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന എന്റെ ദാസന്മാരെ, രാത്രിയിൽ ഖുർആൻ നിന്നോതുന്ന എന്റെ ദാസന്മാരെ, സമ്പത്ത് പാവങ്ങൾക്ക് കൊണ്ടേ കൊടുക്കണ എന്റെ ദാസന്മാരെ, വ്യാഴം തിങ്കളും നോമ്പൊലിക്കണ എന്റെ ദാസന്മാരെ, ഇതൊന്നും അല്ല അല്ലാഹു പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് നബിയെ തങ്ങൾ പറയും, യാ ഇബാദി, യാ ഇബാദി എന്റെ ദാസന്മാരെ, എന്റേതാണ് നിങ്ങൾ കുറ്റം ചെയ്ത് കേട്ട് നിങ്ങൾ എന്റെ ദാതാളാവൂല. യാ ഇബാദി എന്റെ ദാസന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം അവരുടെ നഫ്സിന്റെ മേൽ അക്രമം ചെയ്ത് പാപങ്ങൾ ചെയ്ത് നരകം നിർബന്ധമാക്കാൻ പറ്റുന്ന നിലയിൽ സ്വന്തത്തോട് അക്രമം ചെയ്ത എന്റെ ദാസന്മാരെ അവരോട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കും, അള്ളാന്റെ റഹ്മത്ത് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ അല്ലാഹ് എല്ലാം പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ ആയത്ത് ഇന്നും നിലനിൽക്കുന്ന ആയത്താണ്. നമ്മൾ ഖത്തം ഓതി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ പ്രതീക്ഷയാണ്. നമ്മൾ അല്ലാഹു ആർക്കും പുറത്തെടുക്കും. നിസ്കരിക്കണവനെ നോമ്പൊലിക്കണവനെ നല്ല വിളിച്ചത് പാപം ചെയ്തവരെ നിങ്ങൾ വരി, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിരാശരാവരുത്. വലാ യയഅസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിർ. കാഫിരീങ്ങളല്ലാതെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവൂല. ഖുർആൻ സൂറത്ത് യൂസുഫ്. കാഫിരീങ്ങൾക്കല്ലാതെ നിരാശ ഉണ്ടാവില്ല. നമ്മൾ കാഫിറല്ല, നമ്മൾ മുശ്രിക്കല്ല.
നമ്മൾ കുറ്റം ചെയ്ത അള്ളാന്റെ ഈമാനുള്ള അടിമകളാണ്. അതുകൊണ്ട് നമുക്ക് നിരാശയില്ല. നമ്മൾ അതെല്ലാം കൊടുത്ത് വലിയ പ്രതീക്ഷ ഉണ്ടാകും, വലിയ പ്രതീക്ഷ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ പേരിന് മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ ആ ഹദീസിന്റെ പേര് ഹദീസുൽ ളിഹ്ഖ് എന്നാണ്. ചിരിക്കണ ഹദീസ്. ഒരു ചിരിക്കണ ഹദീസ് പറഞ്ഞാൽ നിങ്ങൾ കരീനങ്ങനെ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറിൽ ഒരാൾ അല്ലാഹു കൊണ്ടുവരും. എന്നിട്ട് അവനെ ഒരു മറയിലാക്കും. എന്നിട്ട് അല്ലാഹു അവനെ വിചാരണ ചെയ്യും. എന്നിട്ട് അവൻ ചെയ്ത മുഴുവൻ പാപങ്ങൾ കാണിച്ചു കൊടുക്കും. എങ്ങനത്തെ പാപങ്ങൾ വരും? ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ ചെറിയ പാവങ്ങൾ മൊത്തം കാണിച്ചു. അപ്പൊ ആ പാവങ്ങളൊക്കെ കണ്ടു. അവന്റെ നന്മകളും ഇല്ലതായി ചെയ്തതല്ലേക്കും. അവൻ പറയും, ഞാൻ ചെയ്തത് തന്നെയാണ് പ്രശ്നം. നീക്ക് എന്തെങ്കിലും പറയണ്ടേ? എന്തെങ്കിലും നന്മ പകരം അവരോട് നന്മയില്ല. അപ്പൊ അല്ലാഹു തആല പറയും, എന്നാ പിന്നെ എവിടുക്കാ പോവാന്ന് ജനത്തിന് തീരുമാനിച്ചു. എവിടുക്കാ പോവാ പറയും. നന്മൊന്നുമില്ല, പാവങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നരകത്ത് കൊണ്ടിരുന്നു. അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ ഈ ആരും കാണാതെ ഈ മറയിലാക്കി നിന്നോട് ചോദിച്ചത് എനിക്ക് പുറത്തുതരാൻ വേണ്ടിയിട്ടാണ്. പുറത്തുതരാൻ മാത്രമല്ല, നിന്റെ ഈ ചെറിയ ചെറിയ തിന്മകളുടെ കൂമ്പാരുണ്ടല്ലോ, അത് മൊത്തം ഞങ്ങൾക്ക് നന്മാക്കി തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ എന്റെ മട്ടം? അവനിങ്ങനെ ഭയങ്കര സന്തോഷവും. എന്നിട്ട് അവർ അള്ളാഹിനോട് പറയും, ഇതല്ല, ഇത് വലിയ വലിയ വേറെ കുറെ പാപങ്ങൾ ഉണ്ട്. ആരോട് പറയാണെങ്കിൽ നിങ്ങളെല്ലാവരും തിരിച്ചില്ലേ? ഇമാമിയങ്ങൾ ഈ റിവായത്ത് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിരിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അടിമന്റെ ഈ വർത്തമാനം കേട്ടിട്ട് അല്ലാഹു ചിരിച്ചു. അതുവരെ വലിയ പാപത്തിനെ പറ്റി ഒരു ചർച്ചയില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. നന്മാക്കി കൊടുക്കാറുണ്ട്. പറഞ്ഞു, എനിക്ക് വലിയ വലിയ പാപങ്ങളുണ്ട്. ഔദാര്യവന. മറ്റൊരു റിവായത്തിൽ വരുന്നുണ്ട്, ഒരു മഹ്ശറിൽ ഒരാൾ, അയാൾക്ക് ഒരു നന്മ ഉണ്ട്. വേറൊരാളുണ്ട്, അയാൾക്ക് ഒരു നന്മന്റെ കുറവുണ്ട്. അപ്പൊ അല്ലാഹു തആല പറയും, നീ ആരെങ്കിലും വേണമെങ്കിലും ചോദിച്ചു നോക്ക്, കിട്ടെങ്കിലും വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞേക്കും. മഹ്ശറിന്റെ ഒരു പ്രത്യേകത പഠിച്ചിരിക്കണ നല്ലതാണ്. അത്യാവശ്യം മഹ്ശറിൽ ഒരാളും ഒരാളും എന്ത് ചെയ്യൂല, സഹായിക്കണം. കുടുംബബന്ധത്തിന്റെ പേരിൽ, പരിചയത്തിന്റെ പേരിൽ ആരും സഹായിക്കും. ഭാര്യ സഹായിക്കൂല, വാപ്പ സഹായിക്കൂല, നമ്മളും സഹായിക്കൂല നമ്മളെ പെണ്ണുങ്ങളെയും നമ്മളെ വാപ്പനെയും. കാരണം അവിടെ എല്ലാവരും അപ്പനപ്പനാണ്. പല അൻസാബൈനവും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവിടെ കുടുംബബന്ധമില്ല, ആരും ആരെ പറ്റി ചോദിക്കില്ല. മഹ്ശറിൽ ചോദിക്കൂല. മഹ്ശർ കഴിഞ്ഞ് സിറാത്ത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയാൽ എല്ലാവരും ചോദിക്കും. കാരണം അപ്പൊ തന്നെ ഇടപാടൊക്കെ കഴിഞ്ഞില്ല, തീരുമാനമായതാണ്. അതുകൊണ്ട് ഇയാളോട് ചോദിച്ചു, അങ്കാരനെ വിട്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാറ്. ഇയാൾ വലിയ പ്രതീക്ഷയിൽ വാപ്പൻ്റെ അടുത്തും മൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഇവരൊക്കെ കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഓടും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഉമ്മോടും വാപ്പോടും സഹോദരനോടും ഭാര്യയോടും എല്ലാവരും ഓടുന്നു അള്ളാഹു പറയണം. അപ്പൊ ഇയാളെ കാണുമ്പോൾ എല്ലാവരും മാറുന്നു. കാരണം ഇയാൾക്ക് ആകെ ഒരു നന്മന്റെ കുറവേ, എല്ലാവരും ഓടുന്നു. അങ്ങനെ ഇയാൾ അവരൊക്കെ നിരാശനായിട്ട് ഏതായാലും നരകത്ത് പോകേണ്ടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ അയാളിങ്ങനെ മടങ്ങി വരുന്നു. നിരാശനായി വരുന്ന ആളോട് ഒരാൾ ചോദിക്കാൻ, അല്ല എനിക്ക് എന്താ ഭയങ്കര നിരാശ ഉണ്ടല്ലോ, ടെൻഷൻ ഉണ്ടല്ലോ, എവിടെ വൈകി മഹ്ശറിൽ ഇവിടെ ആരും ചോദിക്കാത്തപ്പോ ഇയാൾ ചോദിക്കാൻ. ഇവിടെ വാപ്പിയും ഉമ്മയും പെണ്ണുങ്ങളും കുട്ടികളും കുടുംബക്കാരും ഒന്നും നോക്കിയില്ല. പിന്നെ ഇവര് പരിചയമില്ലാത്ത ഇവനെന്താ ഇയാൾ മെയിൻറ്റാക്കാതെ പോകുക. അപ്പൊ ഇയാൾ ഈ വെയിറ്റൽ കൂടാണ്. അല്ല നിങ്ങൾ പറയും എന്താ ഉള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്നാ പിന്നെ ഇയാളോട് പറയാൻ തന്നെ അയാളോട് പറഞ്ഞു, എനിക്കൊരു നന്മന്റെ കുറവുണ്ടായിരുന്നു. അതാ നിങ്ങളെ പ്രശ്നം. നദ്ദുങ്ങൾ കൊണ്ടുപോയിക്കൂടിയാണ് എന്ത് ഒരു നന്മ. അപ്പൊ ഇയാൾ ചോദിച്ചിട്ട് ഉമ്മയും വാപ്പി ആരും തരാത്ത ഇങ്ങനെ എന്റെ ആകെ ഉണ്ട് പറഞ്ഞു. ഏത് വഴി ആകെ ഈ ഒരു നന്മന്നെ ഉള്ളൂ. വേറെ എനിക്ക് എന്തായാലും ഇതോട് കഴിച്ചെങ്കിലും കഴിച്ചിട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ അടിമ ഭയങ്കര സന്തോഷത്തോടു കൂടി നന്മയായിട്ട് അള്ളാന്റെ അടുക്കൽ വരും. അള്ളാഹു തആല കണ്ണിന്റെ മറിയാം. അള്ളാഹു ചോദിക്കും, എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് ചോദിക്കും. അവൻ പറയും, ഒരാൾ തന്നതാണ്, ബാക്കി ആരും നിന്നില്ല, അയാൾ തന്നു. അപ്പൊ അയാളിൽ ആകെ ഒരു നന്മയുള്ളൂ, അയാൾ എനിക്ക് തന്നതാണ്. അപ്പൊ അള്ളാഹു തആല പറയും, ഓനെ പോയി കൊണ്ടുവരും. അങ്ങനെ അവനെ കൊണ്ടുവരും. അവനോട് അള്ളാഹു തആല ഇജാണ് കൊടുത്തിരുന്നത്. എന്താ ഞങ്ങൾക്ക് വേണ്ടേ? അവർ ഇന്ത്യയിൽ ഒന്നിനും ഇയാൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അള്ളാഹു മലക്കുകളോട് പറയും,
അപ്പൊ അള്ളാഹു മലക്കുകളോട് പറയും, എന്താ ഇവരെ രണ്ടാളും സ്വർഗത്തിലാണ്. അള്ളാഹുവിന്റെ ചോദ്യമാണ്, എന്താ എന്നെക്കാളും വലിയ ഔദാര്യവാനാവാൻ വിചാരിക്കണോ? അത് ഇവിടെ ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഔദാര്യവാൻ ആരാണ്? ഞാനാണ്. അതുകൊണ്ട് എന്റെ ഔദാര്യത്തിലുണ്ടോ ഈ സ്വർഗത്തിൽ പോയിക്കോ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാണ്. അതുകൊണ്ട് സാറിമാരെ സ്നേഹമായി, അള്ളാഹു താല വലിയ കരീമാണ്, വലിയ ഔദാര്യമാണ്. നമ്മൾ അള്ളാഹിന്റെ പള്ളിയിലാണ്. ഞാൻ ഇന്നാണ് വന്നത്, ഒന്നും വിളിച്ചാൽ ഹൃദയം സാഫാക്കുക. എനിക്കൊരു റബ്ബുണ്ട്, അവൻ വലിയ കണ്ണുള്ളവനാണ്, ഓ എനിക്ക് പുറത്ത് തരും. അള്ളാഹു താല പറയുന്നുണ്ട്, അടിമ എന്നെ പറ്റി എങ്ങനെയാണ് വിചാരിക്കണേ? ഞാൻ അങ്ങനെ അവനോട് പുറത്ത് തരില്ല എന്നാണ് വിചാരിക്കണമെങ്കിൽ അവർക്ക് പുറത്ത് തരില്ല. പുറത്ത് തരുന്നാണ് വിചാരിക്കണമെങ്കിൽ അള്ളാഹു പുറത്ത് തരും. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി നല്ല ധാരണ വെക്കുക. അള്ളാഹിനെ പറ്റി എന്ത് ധാരണ വെക്കുക? ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് പുറത്ത് തരുന്നില്ല, പ്രതീക്ഷ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷയോട് കൂടി നമ്മൾ അള്ളാഹുവിലേക്ക് എത്തി, പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് എത്തി. നമ്മളെ ഈ വരവതാണ് അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. ആൾക്കാർ അള്ളാഹിനെ പറ്റി മര്യാദയ്ക്ക് പറഞ്ഞുതരാത്തതിന്റെ കാരണം ആൾക്കാർ പേടിപ്പിക്കലുണ്ട്. ദുനിയാവിന്റെ അവസ്ഥകൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറയില്ലേ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാനാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ഗേറ്റ് ഉണ്ട് ഇപ്പുറത്തെ സൈഡ്. അപ്പൊ ആ ഗേറ്റിനാണ് ഇങ്ങനെ കളിക്കാൻ പോകുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തൊരു ഗേറ്റ്. ആ ഗേറ്റിനടക്കും. അപ്പൊ എന്റെ വേറൊരു സുഹൃത്തിന്റെ ആണ്, ആ നാട്ടുകാരനാണ്, ഞാൻ നല്ല കമ്പനിയാണ്. ഓൺ ആ ഗേറ്റിനെ പുറത്തേക്കും ജയിലിലുള്ള മൈലുണ്ടായി. എന്ത് ഞാനിപ്പുറത്തും ഓനപ്പുറത്തും. ആ ഗേറ്റ് തുറക്കാനും പറ്റില്ല. അങ്ങനെ ഓടെ ഗേറ്റിനടക്കും. ഞാനിവിടെ നിന്ന് ഇങ്ങനെ കുറെ വർത്താനൊക്കെ പറയും. അങ്ങനെ ഞാൻ ഒരിക്കൽ മഞ്ചേരി നിന്നാണ് പരിചയപ്പെട്ടത്. അപ്പൊ അവനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ബസ് ഡ്രൈവറാണ്, മഞ്ചേരി പരപ്പനങ്ങാടി വീട്ടിൽ ഓടുന്ന ബസ്സിന്റെ ഡ്രൈവറാണ്, കൂടുതലോ പോലെയാണ്. അപ്പൊ അവനോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ അവനക്ക് ഭയങ്കര ഇതായി, നിസ്കാരമൊക്കെ തുടങ്ങി. റമളാൻ മാസത്തിൽ അവന് സാധാരണ ഒരു റമളാൻ വന്നപ്പോൾ, ഞാനിന്റെ കമ്പനിയുടെ കാലഘട്ടത്തിൽ റമളാൻ വന്നപ്പോൾ നോമ്പൊക്കെ ഒന്ന് നോറ്റി, ഭയങ്കര ത്യാഗം ചെയ്തില്ല നോമ്പ് വെച്ചു. കാരണം നോമ്പ് വെച്ച് എന്തില്ല പരിചയമില്ല. സീറ്റിന്റെ അടിയിൽ എപ്പോഴും എന്തുണ്ടാവും, വെള്ളം ഉണ്ടാവും. ഗ്യാസിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. നോമ്പ് വെക്കില്ല, എല്ലാ വെള്ളവും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഏത് ദാഹശമനി ഉണ്ടാവും, മറ്റേതും ഉണ്ടാവും, ഭ്രാന്താക്കാനുള്ള ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഗഫ്ലത്തിൽ ജീവിക്കാനാണ്. ഓനങ്ങനെ പറഞ്ഞു, മാഷാ അല്ലാഹ്, അങ്ങനെ ഭയങ്കരതായി. പിന്നെ ഒരു 3 ദിവസം ജമാഅത്ത് പോയി. ഒരു ടീമിന്റെ കൂട്ടത്തിൽ 3 ദിവസം പോയി. അതുകൊണ്ട് ഭയങ്കര ക്ലിയർ ആയി കറക്റ്റ് ജമാഅത്ത് നിസ്കാരം. അതുപോലെ പെരന്റെ അടുത്തൊരു പള്ളിയുണ്ട്. എന്നുവെച്ചാൽ ഓരോ വീട് കുറച്ചുള്ളിലാണ്. അവിടെ ഇങ്ങനെ വന്ന് അങ്ങാടിയിലെത്തിയാൽ ഒരു പള്ളിയുണ്ട്. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ആ റോഡിൽ നിന്ന് ഒരു ഏരിയയിൽ അവിടെ വീടുകളൊന്നുമില്ല. ഒരു ചെറിയ റോഡിട്ട പള്ളി, എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. ചെറിയ നിസ്കാര പള്ളി, കുറച്ചൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വർത്താക്കൊക്കെ ഉണ്ടാവും. അന്ന് അതിൽ ഇവൻ എന്ത് ചെയ്താൽ ഒരു പായൊക്കെ ശരിയാക്കിയിട്ട് ബ്രഹ്മനാൻ വന്നപ്പം ഒക്കെ അടിച്ച്. അവിടെ വെള്ളമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരു തിണ്ണുണ്ട്, ഒരു ചേറ്റടിണ്ട്. അയിമേലിങ്ങനെ ഇരിക്കുക, സിഗരറ്റ് വർത്താനൊക്കെ പറയാ. അങ്ങനെ ഒഴിഞ്ഞിക്കാൻ പറ്റിയ ബസ് സ്റ്റോപ്പുമായി ഉള്ള പള്ളിയില്ല. അതൊക്കെ ഇതാക്കി നന്നാക്കി വന്നു കണ്ടിട്ട് ചങ്ങന്മാരൊക്കെ കൂട്ടി അവിടെ നിസ്കാരമൊക്കെ തുടങ്ങി. ഇഷ്റാഖ് രാവിലെ നടന്നത്. ഇഷ്റാഖ് പറഞ്ഞാൽ ഉദയം വരെ. ഉദയം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ സ്വീകരിക്കപ്പെട്ട ഹജ്ജും ഉംറയും ചെയ്ത കൂലി ഉണ്ടാവും എല്ലാ ദിവസവും. റമളാനില്ല, എല്ലാ ദിവസവും. അപ്പൊ ഇവൻ സാധാരണ അങ്ങനെ അതിലിരിക്കും. അങ്ങനെ പോണ സമയത്ത് പിന്നെ ഒരു വീട്ടിൽ പോണ ഒരാളുണ്ട്, അയാളെ കണ്ടു. പിന്നെ പിന്നെ ഞാൻ ഒരു ദിവസവുമില്ല, ഞാൻ ഏറ്റവും സുഖമില്ലാതായിരിക്കും. വേറെ ഒരാളെ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഓനെ കാണാനില്ലല്ലോ. ഓനുണ്ടല്ലോ, 1 ദിവസം പോയില്ലല്ലോ എന്ന് പറയുന്നു. ഓനെ കാണലുമില്ല, വരലുമില്ല. ഞാൻ വേറെ നിസ്കരിച്ചാൻ വരില്ല. അതിൽ പിന്നെ എനിക്കൊരു വ്യാഴാഴ്ച ചെറിയ ഗ്യാപ്പ് പുറത്തേക്ക് വരാൻ വന്നപ്പോൾ ഞാൻ ഓനെ പിടിക്കാൻ പോയി. ഓനെ പോയി കണ്ടു, ഓനോട് സംസാരിച്ചു. അപ്പോൾ ഓന് എന്നും കാണണമായിട്ടുള്ള പെരുമാറ്റമല്ല. ഞങ്ങളോട് ഇന്നെ കണ്ട ഭയങ്കര ജീവനായ മാതിരിയാണ്. അന്നൊരു എന്നെ ഇരിക്കും. എന്നിട്ട് ഇന്നൊക്കെയുള്ള അങ്ങനെ ഞാൻ ചേട്ടൻ എന്താ പറ്റി വെച്ചു. നമ്മളൊന്നും കഴിച്ചില്ലാവും. അവനോട് പറയാം, നമ്മളൊന്നും കഴിച്ചില്ലാവില്ല. നീ എന്ത് സംഭവം എന്താ പറയാം? ഒന്നും പറയുന്നില്ല. ഞാൻ കുറേ നേരം തന്നു വർത്താനൊക്കെ പറഞ്ഞു, എന്താ സംഭവം എന്താണ്. അപ്പൊ എന്താ പറഞ്ഞാൽ ഇവൻ രാവിലെ ഇസ്ലാഖൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ പോകുമ്പോൾ
വേറെ ഓന്റെ നാട്ടുകാരനായ ഒരാൾ വേറെ പള്ളിയിൽ ഒരു മുദരിസ് ഉണ്ട്. മുദരിസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ മുദരിസ് പറഞ്ഞ കൈ ദർസ് എടുക്കുന്ന ആള്, ആൾക്കാർക്ക് ദീനൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണേ, കിതാബൊക്കെ ഓതി കൊടുക്കുന്ന ഒരു മുദരിസ്. ഒരു ടർക്കിയൊക്കെ അങ്ങനെ കൊള്ളുന്ന കടിയിൽ നിങ്ങൾ തലകെട്ടുണ്ടാവും, പിന്നെ ഒരു ടർക്കിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ദർജ കൂടിയ ഒരാൾ കാസു. അയാള് ഇവനെ കണ്ടു. അപ്പൊ അയാളൊന്നും കണ്ടിട്ട് ഈ പള്ളി നന്നാക്കിയതും അവിടെ അങ്ങനെ ചെറിയ ചരടൊക്കെ നടക്കുന്നുണ്ട്, ഇവര് കമ്പനികളൊക്കെ കൂടുന്നുണ്ട്, ഇവര് ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് അയാള് ബസ് കത്തിക്കാണ്, ഇവനെ അടുത്ത് പോവാണ്. അതിൽ ഇയാള് ഇവനോട് പറഞ്ഞു, എവിടുന്നാ വരുന്നത്? പള്ളിയിൽ നിന്നാണ്. എനിക്ക് പള്ളി കഴിഞ്ഞില്ലേ? എവിടെ ഈ പള്ളിയിൽ ഇപ്പൊ ഇത്ര നേരം വേറെ ഇസ്രാക്ക് സ്കെച്ചാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനോട് ഒരു കാര്യം പറയാം, ഇത് എങ്ങനെ ആൾ പോയാൽ നിസ്കരിച്ചിട്ടുണ്ടോ എനിക്ക് കഴിച്ചില്ലെന്ന് എനിക്ക് തോന്നണ്ടാണ്. അതെ ഈ കാക്ക പറയാം. അപ്പോ എന്താ ഞാൻ എന്താ അപ്പൊ പറഞ്ഞു, എനിക്ക് എത്ര നോമ്പ് എനിക്ക് നോമ്പ് വെച്ചിട്ടുണ്ട് ഇത്ര കാലം വരെ. ഒരു നോമ്പ് പോയാൽ പിറ്റത്തെ കൊല്ലം നോമ്പ് വെക്കണം. അഥവാ ആ കൊല്ലം നോക്കിയില്ലെങ്കിൽ അടുത്ത റമദാൻ മുമ്പ് നോക്കിയില്ലേ പിറ്റത്തെ കൊല്ലം നോക്കുമ്പോണോ ഒരു മുദ്ദ് അരി കൊടുക്കണം. അങ്ങനെ ഇയാള് വല്ല മുദ്ദൊക്കെ കൂട്ടി കൊടുത്ത് ഒരു 10, 35, 40 കൊല്ലത്തെ മുദ്ദ് കൂട്ടി കൊടുത്താൽ വാഗൺ വലിയ കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്നാലും കൂടി എന്താവൂല, തീരൂല. പിന്നെ നിസ്കാരം അത് ഇതൊക്കെ പറഞ്ഞു ഇവനാട്ടിച്ചടച്ചിപ്പം പറഞ്ഞു ഇതെങ്ങനായിട്ട് പോകാമെന്ന് അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ അടുത്ത് അതിന് സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഇവനാട് നിരാശയായിരുന്നു. ചിക്കീന്റെ മത്തലൊക്കെ പാടെ പറഞ്ഞിട്ട് ഇവൻ ആകെ കുടുങ്ങി. ഇനിയിപ്പം നോക്കിയിട്ടായിരില്ല. അപ്പൊ ഓന്റെ ഏതോ ചങ്ങാനോട് പറഞ്ഞു, ഏതായാലും അടച്ചാൽ നേരത്തെ എന്നാ പിന്നെ ഇവിടെയെങ്കിലും കുറച്ച് എന്തായാ സൂയിക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത് മറ്റേ സാധനമൊക്കെ തുടങ്ങിയിരുന്നു. മറ്റേ നിർത്താൻ കുറേ പണിയെടുത്തില്ല. എനിക്കിതൊരു കേട്ട് എന്നോട് കൂടി അയാൾ നല്ല കാലത്തിന് അവിടെ ഇല്ല, അയാൾ പോയതാണ്. ഞങ്ങൾക്കിപ്പൊ കാണണം അയാളെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓനിന്റെ ചൂട് പിരാതെ കണ്ടുപോകാൻ പറഞ്ഞു. അയാൾ വലിയ അയാൾ പോണ വഴിക്ക് എന്നോട് പറഞ്ഞു. സത്യം അങ്ങനെ തന്നെയാണ്. അയാളെ പള്ളിക്ക് പോണ വഴിക്ക് എന്നോട് പറഞ്ഞതാണ്, ഇഞ്ഞാൽ വരുമ്പോ കാണാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നെ സമാധാനൊക്കെയാണ്. എനിക്ക് ഇവനെ ഈ കോലത്തിലായി കണ്ടരാൻ വേണ്ടി ഞാൻ കുറെ മാസങ്ങൾ പണിയെടുത്തിന്. അത് ഒറ്റ അടിക്ക് ആ ഒരു കലം പൊട്ടിച്ചാലും പൊട്ടിക്കല്ലേ. ചൂടായി. ഞാൻ പറഞ്ഞ അയാളെ വാപ്പനൊന്നല്ല തുറന്നൊക്കെ പറഞ്ഞു. ചൂടായി. അയാളെങ്ങനെ അങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ പിന്നെ അയാളെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഞാൻ അയാളുടെ അതിന്റെ കാരണം പറഞ്ഞു. നിങ്ങൾക്കറിയുന്ന കാരണം? നിങ്ങൾക്കറിയില്ല, ഞാൻ പറയാം. ഇതിന് കാരണം എന്നാൽ ഈ അയാൾ ചെറുപ്പത്തിൽ പഠിക്കാൻ പോയില്ലോ. ഇപ്പൊ ഞാനൊക്കെ പോയ മതി ചെറുപ്പത്തിൽ പഠിക്കാൻ പോയി, തിരുമണ്ടിയില്ല. കള്ളന് കണ്ട് കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഒരു അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ അതേമാതിരി അയാളും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഇബലാണെങ്കിലോ ഡെയിലി കള്ളു കുടിക്കുക, ഡെയിലി അരത്തില് ജോംജുമായിട്ട് നടക്കുക. എന്നിട്ട് ഓൻ പോയി ഇസ്രാക്കൊക്കെ സ്കെച്ചിങ് നടക്കുമ്പോ എനിക്കിങ്ങനെ തോന്നാണ്, പിന്നെ ഇപ്പൊ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതിന് പറയുവായി എത്ര പ്രയോജനം. ഞാനും അയാളും ഇത് ബന്ധം വലിയ വ്യത്യാസം. ഓൻ സ്വർഗത്ത് പോവാ, ഞാനും സ്വർഗത്ത് പോവാ. നമ്മളാണ് ഇവിടെ കള്ളു കുടിച്ചില്ല. നിങ്ങൾക്ക് അതാണ് ആ കുയിന്താണ്. കുയിന്ത് എന്നാണ് അതിന് പറയുന്നത്. ഞാൻ പറഞ്ഞ അയാൾ അതാ പറഞ്ഞത്. അയാളെ വാപ്പനൊന്നല്ല സ്വർഗം. സ്വർഗം അല്ലല്ലാണ്. അല്ല എല്ലാവരും കൊടുത്തും 100 ആൾക്ക് 1 ആൾക്ക് കൊടുത്തുകൊടുത്തിന് ഈ വിഷയാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. മാഷാഅല്ലാഹ് തിരിച്ചു. ഇപ്പൊ സൗദിയറേബ്യ അവിടെ ഞാൻ പറഞ്ഞത് ഒരു നന്നാവണമെന്ന് വിചാരിച്ചാലും കൂടി എന്താക്കില്ല. എന്നാ അൽഹംദുലില്ലാ ഓഞ്ഞ് നരകത്ത് പോയാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ശല്യമില്ലല്ലോ ആർക്ക് സംസ്കരിച്ച് അങ്ങോട്ട്. അത് വേറൊരു കുയിന്തെന്താന്ന് പറഞ്ഞാല് അയാളെ സംഘടനയുള്ള ആളല്ലല്ലോ ഞാനില്ല. കാര്യമായ സാധനം അതാണ്. ഞാൻ പിന്നെ പറയാവുന്നതാണ്. പിന്നെ പറയാൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാണ്ടാ വിചാരിച്ചിട്ട് ഒന്ന് നന്നാക്കിയിട്ട് പറഞ്ഞിരുന്നു. അയാളെ സംഘടനപ്പെട്ട ആളല്ല ഞാൻ. എനിക്ക് സംഘടന തന്നെ അറിയില്ല. ഞാൻ ദീന്റെ ഇവ് പഠിച്ചുകൊടുക്കുക. ഞാൻ ആലിമൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾ പഠിച്ച മദ്രസയിൽ ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടായിരുന്നൊരു മദ്രസയിൽ മനുഷ്യരെങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. നമുക്ക് മെമ്പർഷിപ്പും അതിന്റെ പിരിവും മുളാപ്പും ഒന്നും വേണ്ട. ആള് രക്ഷപ്പെട്ടാൽ മതി ചിന്തിക്കണ ഒരു വ്യൂവിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള മദ്രസയിൽ മതി. അതുകൊണ്ട് എന്റെ ഉള്ളിൽ അതുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ പണിയെടുത്തത്. അയാൾ ചിന്തിച്ചത് അതല്ല. അയാളുടെ സംഘടന ഒന്ന് രണ്ട് ഈ ആൾക്കാരൊക്കെ അങ്ങനെ ആയാൽ പിന്നെ ഓർക്ക് വരല്ലോ. അപ്പൊ ഞാൻ കുറെ പറഞ്ഞു മാഷാഅല്ലാഹ് ഓർക്ക് കാര്യം മനസ്സിലായോ. പിന്നെ ഇതിന്റെ പരിശ്രമവും കാര്യങ്ങളൊക്കെ അതിലും അങ്ങനെ നടന്നു. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന്, ഒരാൾ നന്നാവാനും കൂടി വിടാത്ത കണ്ടീഷനിലാണ് നമ്മുടെ നാടുള്ളത്. ഒരു ജമാഅത്ത് ഒരു നാട്ടിൽ പോയി.
അപ്പൊ അവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ ചെങ്ങായിട്ട് ഭയങ്കര മോശക്കാരനാണ്. ജമാഅത്തുകാർ മോശമുള്ള ആളാരാ നാട്ടിൽ നിന്ന് അന്വേഷിച്ച് നടക്കുകയല്ല സത്യത്തിൽ. നാട്ടുകാർ പറഞ്ഞാണെന്ത് അവിടെ ഒരു ചെങ്ങായിട്ട് ഓൻ ഏതായാലും നിങ്ങൾ നല്ല ആൾക്കാർ ബാക്കിക്ക് നല്ലതല്ലേ, ആകെ അപ്പൊ നാട്ടിൽ കേടുന്ന ഓനല്ലേ, ഓനെ നന്നാക്കിയോളി അപ്പൊ ഒരാളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അവനോട് സംസാരിച്ചു, കുറെ അള്ളാനെ പറ്റി പറഞ്ഞു. അള്ള കാരണമുള്ളവരാണ്, നിങ്ങൾ സാരിന്റെ അബദ്ധമൊക്കെ എല്ലാവരെയും പറ്റും, തെറ്റല്ല മനുഷ്യന്മാർ പറ്റും, അള്ള പുറത്തു വരും, നിങ്ങൾ വരിന്നൊക്കെ പറഞ്ഞ് ഇവന്റെ കയ്യും കാലം പിടിച്ച് മരുവിന് വരാൻ വേണ്ടിയിട്ട് ഇവൻ പറഞ്ഞു ഞാൻ വരൂല, എനിക്ക് ഇപ്പം വരാൻ പറ്റിയ കണ്ടീഷനിൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു. ഇവന്റെ അടുത്തിന് പോരാൻ കഴിയും. അവസാനം പറഞ്ഞു ഞാൻ എന്നാല് നാളെ ദുഹറിന് വരാം, അപ്പൊ നിങ്ങൾ വരുമല്ലോ, ഉറപ്പായിട്ട് വരും, ഞങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഓനെ ദൂരാ കൊടുത്തപ്പോ പോയി കുളിച്ച് റെഡിയായി ഓൻ പള്ളിയിൽ കയറി. ഓനക്ക് ഇവിടെ പള്ളിയിൽ നിസ്കാരത്തിന് സമയം അറിയില്ല. ഓൻ വന്നപ്പോഴത്തേനും ഇവിടെ എന്തായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അവൻ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞു. അപ്പൊ ഓൻ പള്ളിയിൽ അപ്പൊ പിന്നെ വരുന്ന ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ പോണ ഒരു കോണിക്കൂടുണ്ടായി പഴയ കാലത്ത്. ഇപ്പൊ പിന്നെ ആ പള്ളിയൊക്കെ പൊളിച്ചോണ്ട് ഉണ്ട് ഒരു ഒഴിഞ്ഞ ഒരു ഏരിയ, ആ കോണിക്കൂടിന്റെ ചോട്ട് പോയിട്ട് ഓൻ ഇങ്ങനെ കയ്യെത്തി. അപ്പൊ ഒരു കാക്ക, ആകെ ഒരു 10-12 ആളേ ഉള്ളൂ ആ പള്ളിയിൽ. അതിലൊരു കാക്ക പെട്ടെന്ന് അർജന്റായിട്ട് എന്തോ കൊപ്പര കാര്യക്കാനോ എന്തോ പരിപാടി ഒന്നും ഉണ്ടായി, അയാൾക്ക് പോകാൻ വേണ്ടിയിട്ട് അയാൾ വേഗം ഇങ്ങനെ പോണതിന്റെ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോണിന്റെ അവിടെ ഇവൻ നിസ്കരിച്ചു. അന്നോട് ഇങ്ങനെ നോക്കി. അപ്പൊ ഈ ചെക്കനാണ് ഇയാള് അയാളോടെ നിന്ന് അങ്ങനെ ദുആക്കെ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ വരുമ്പോ എന്ത് ഇവിടെ ക്രിഞ്ചില് നേരത്തെ എനിക്ക് എന്ത് ഇവിടെ ഞാൻ ഇവിടെ നിന്നത് നിങ്ങളൊക്കെ കുടണ്ടോന്ന് ചോദിച്ചു. കുടണ്ടൊന്നുമില്ല, ഞാൻ മയപ്പും പെയ്യുമായിരുന്നു. ആൾക്കാർക്കൊന്നും അല്ല, നല്ല പെരും വെയിലുള്ളത്, ഏഴമായി ഞാൻ ഒന്നും മനസ്സിലായില്ല, കാരണം ആൾക്കാർക്കൊന്നും കണ്ടില്ല. എന്നാൽ ഞാൻ കോണിന്റെ അടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെ അപ്പൊ എല്ലാവരും ഇവിടെ എന്തായാലും പെയ്യാതാകുന്നുണ്ട്, വേഗം വെയിലിന് വേഗം പോവാ എന്നൊക്കെ പറയും, കമന്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ പോവാണ്. ഇവർക്ക് നിസ്കാരത്തിൽ ഫുള്ള് കേൾക്കുന്നുണ്ട്. ആര് ഓ നിസ്കാരത്തിൽ തന്നെ തീരുമാനിച്ചിന് വന്ന് ഇനി ഈ വൈക്ക് ഞാൻ എന്താ പറഞ്ഞാല് മനുഷ്യന്മാരാണ് ഒരു രക്ഷയില്ല, മനുഷ്യന്മാർ വൈ ഒരു രക്ഷയില്ല. ഞാൻ മലപ്പുറം ജില്ലയിൽ സ്ഥലത്തിന്റെ പേരറിയില്ല, 40 ഏമാറ്റിന്റെ. അങ്ങനെ ഒരു വീട്ടിലാണ് നമ്മളത്, പള്ളി പറ്റില്ല. വീട്ടിൽ നിന്ന് നമ്മൾ ആ പള്ളി നിസ്കരിക്കാൻ പോകും. കറക്റ്റ് നമ്മളെ അമലുകളൊക്കെ സംസാരവും കൂടുതലും ഒക്കെ ആ വീട്ടിലാണ്. അപ്പൊ ഞാനൊരു ഗുഹാന്റെ സ്ഥലത്ത് ആ പള്ളിയിൽ പോയി അതിലിങ്ങനെ പാസ് ചെയ്ത് വരികയാണ് ഞാൻ. അപ്പൊ ആ പള്ളിയിൽ കയറി മൂത്ര വെച്ച് ഗുഹാക്കം നിസ്കരിച്ച് അങ്ങനെ ഇറങ്ങുമ്പോൾ അവിടുത്തെ പള്ളിയിൽ ഉസ്താദ് ആ ചേറ്റടിമേൽ ഇങ്ങനെ ഇരുന്ന് ഒരു പത്രം വായിക്കട്ടെ. അപ്പൊ ഞാനിങ്ങനെ അസ്സലാമു അലൈക്കും പറഞ്ഞു. ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഏടെ സ്ഥലം എന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞെടുത്തു. അപ്പൊ അയാൾ ഇന്നാളെ അറിയാൻ നോക്കി ചോദിച്ചു, ഒരു ബാക്കവിനെ അറിയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആടെ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാം? അയാൾക്ക് ഉസ്താദാണ്. ഞാൻ മാഷാ അല്ലാഹ് അന്ന് ബാക്കവിന്റെ സിസ്റ്റനാണോ ഒക്കെ ചോദിച്ചാൽ അയാളോട് ചിലർക്ക് അയാളെ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, ഞാൻ നമ്പർ കൊടുത്തു. അപ്പൊ അയാൾ എത്രയോ കൊല്ലം മുമ്പ് പഠിപ്പിച്ച 2 കൊല്ലം അയാൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അയാൾക്ക് ഒരു ഐഡി കിട്ടിയില്ല, അയാൾ എവിടെ ഉള്ളത്. പണ്ടേ നമ്പർ കിട്ടി, മുമ്പ് ഭയങ്കര സന്തോഷമായി വിളിച്ചൊക്കെ ചെയ്ത്. പിന്നെ ഞങ്ങൾ കുറെ ലോയൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഏതായാലും നിങ്ങളോട് ആളെ നന്നാക്കാൻ വന്നതല്ലേ, ഞാൻ നിങ്ങൾക്ക് 4-5 ആൾക്കാർ പറഞ്ഞതാണ്. ആര് പള്ളിയിലെ കത്തി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞാലായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു. അതിൽ ഒരാളുടെ പേര് ഉമർ എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ എന്താ സംഭവം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ ഉമർ എന്ന് പറഞ്ഞ ആളെ മഹലിൽ നിന്ന് എന്താക്കിയിട്ടുണ്ട്, പുറത്താക്കിയിട്ട്. മഹലിൽ നിന്ന് പുറത്താക്കി. നമ്മളെ ഏറ്റവും വലിയ ദീനം എന്താ പറഞ്ഞാല് എന്താണ് പുറത്താക്കുക. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ എങ്ങനെയെങ്കിലും വലിച്ചു കെട്ടി കൊണ്ടുവരും, പുറത്തുതരാൻ ഞാൻ റെഡിയാണ്, നിങ്ങളൊന്ന് കൊണ്ടുവന്നാൽ മതി. നമ്മൾ പറഞ്ഞാൽ അങ്ങനെ പുറത്തൊന്നും കൊടുക്കണ്ട, ഫോട്ടോ ആയിട്ട്. അങ്ങനെ അയാളെ മഹലിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അയാളെ തെറ്റെന്താണെന്നൊക്കെ ഞാനിങ്ങനെ ഇയാളോട് ചോദിച്ചപ്പോ അയാളും അവിടെ വന്ന ആളാണ്. അയാൾ പുറത്താക്കിയ ലിസ്റ്റ് അവിടെ മഹലിലുണ്ട്. അത് അയാൾ പറഞ്ഞു ഇയാൾ നല്ല പുറത്താക്കി. അങ്ങനെ ഞാൻ വേറൊരാളെ കണ്ട് അയാളോട് സംസാരിച്ചപ്പോ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞു. അയാൾ നല്ല അത്യാവശ്യം വെള്ളമടിക്കലും വസ്ത്രത്തിലുള്ള ജീവിതം ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ മഹലിൽ നിന്നൊക്കെ പുറത്താക്കി, കുടുംബക്കാരൊക്കെ അങ്ങനെ ആക്കിയപ്പോൾ പിന്നെ അയാൾ അവിടെ ഒരു വീട്ടിലടങ്ങനെ താമസിക്കാൻ പള്ളിക്കൊന്നും വരൂല. അപ്പൊ ഞാൻ ആ നാട്ടുകാരനെ ഉറപ്പുറത്തുള്ള നാട്ടുകാരനുണ്ട്, അയാളെ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടുകാരനല്ലേ, എന്നെ കാണാൻ വന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്, നമുക്ക് അയാളൊന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ രാവിലെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാരോട് അന്വേഷിച്ചത്തിൽ അങ്ങനെ പോയാൽ അയാൾ അവിടെ വീടാണ് പറഞ്ഞു.
ഒരാൾ പറഞ്ഞു വീട്ടിലൊന്നും ഇപ്പൊ അയാൾ ഉണ്ടാവില്ല, ഒരു ഏരെട്ടിന് ഇപ്പൊ ഉണ്ടാവില്ല, അയാൾ ആടിനെ നോക്കാൻ പോയിണ്ടാവും. അവിടെ അങ്ങനെ ആടിനെ നോക്കുന്നുണ്ടാവും, ഇതിലങ്ങനെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ അയാളോട് പോയി. അത് ഗ്രാമപ്രദേശങ്ങളാണ്, കിലോമീറ്ററുകൾ പോയിട്ടാണ് ആടിനെ നോക്കുന്ന സ്ഥലം. ഞാൻ അമ്മയന്ത്രം നടന്നു വലിയൊന്നുമില്ലാത്ത എന്നാൽ കയറി റബ്ബർ തോട്ടത്തിൽ കൂടെ മുള്ളും വയ്യൊന്നുമില്ല, വയ്യ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഇയാള്. ആര് എന്റെ മുന്നേ പോണാല് അങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നിറച്ച് തുണിയിലൊക്കെ ഈ മറ്റേ പുല്ലും സാധനങ്ങളൊക്കെ ആയി. എന്നാൽ പോട്ടെ, അയാളെ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ പോയി കുറെ കയറി മല കയറി റബ്ബർ ഇങ്ങനെ ഒരു ആടിനെ നോക്കേണ്ട ഒരു സ്ഥലത്ത്. അപ്പൊ അവിടെ കുറെ സ്ത്രീകളുണ്ട്, ഒരാട് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഉമ്മറാക്ക ഉണ്ടോ ചോദിച്ചു. അതുപോലെ ഉമ്മറാക്ക ഒന്നും വന്നില്ല, ഉമ്മറാക്കാൻ ആടും പെടില്ല എന്നാണ്. വേറെ ഇടം ഉണ്ടോ ചോദിച്ചു. ഇന്നും ഇവർ വന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ അതെല്ലാം കണ്ട് ഇറങ്ങി ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പൊ വീട് എവിടെയെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ റോട്ടുമലത്തെ ഒരാൾ ചോദിച്ചു, മൂന്ന് വീട് അവിടെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഹൈറ്റുള്ള സ്ഥലത്ത്, നമ്മൾ റോഡ് താഴ്ത്തല്ലത്, ഒരു ഹൈറ്റുള്ള സ്ഥലത്തല്ലത്. അപ്പൊ അവിടെ ഒരു വീട് കാണിച്ചത്, ഒരു ചെറിയ കൂര കുടിൽ, മണ്ണുകൊണ്ട് തേമ്പിയൊക്കെ ഉണ്ടാക്കുന്ന പഴയ പേരല്ലേ, ഈ അമുസ്ലിങ്ങളുടെ പഴയ ചെറിയ ചാണകൾ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പേരാണ്. എന്നുവെച്ചാൽ കുനിഞ്ഞു കയറി കഴിഞ്ഞു ആ വീടാണ് ഇറങ്ങി. അപ്പൊ നമ്മള് റോട്ടിൽ വന്ന് ഞാൻ മറാക്കാന്ന് വിളിച്ചു. അപ്പൊ അയാള് അപ്പം അവിടുന്ന് ആരില്ല, 2-3 വിളിച്ചപ്പോൾ ഒരു സ്ത്രീ വിളിക്കും, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ആ സ്ത്രീ ആ മുസ്ലിം സ്ത്രീയാണ്, തല തട്ടുന്നിട്ടില്ല. അതിന് കൂടുതൽ വേറൊരു സ്ത്രീയുണ്ട്. അത് ഞാൻ മറാഖന്റെ വീടല്ലേ ചോദിച്ചു. ആ മറാഖ ഇവിടെ ഉണ്ടായതാണ്. അപ്പൊ ഞാൻ മറാഖന്റെ പേരെ കാണാൻ ചോദിച്ചു. മറാഖ അവിടെ ഒരു കുറച്ച് അങ്ങാടി കഴിഞ്ഞിട്ട് വേറെ സ്ഥലമുണ്ട്, അവിടെ ഒരു കിണറോ എന്തൊക്കെ ഉണ്ട്, അവിടെ ഉണ്ടാവും. നമ്മളിങ്ങനെ പോകണം. അപ്പൊ ഞങ്ങള് സംസാരിക്കണത് നല്ല ജുബിയും ഇതൊക്കെ ഇട്ട ആൾക്കാർ ഇവരോട് സംസാരിക്കണം കണ്ടിട്ട് നാട്ടുകാർക്ക് 1-2 ആൾക്കാരെ കണ്ടപ്പോ എന്താ പറ്റി എന്ന് വിചാരിച്ചു. ഓരോട് ഞാൻ സംസാരിച്ച് പറഞ്ഞേ, ഓടെ ഉണ്ടായാലും ആ പെണ്ണുങ്ങളെ കൂട്ടത്തിലുണ്ടായാലും അതിൽ 2 പെണ്ണുങ്ങളാണ്, ഓല ആ പേരാണ് മോനുണ്ടായാലും ഓക്കെ മതത്തിൽ നിന്നും എന്തായി പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞാലും എന്താ ഞാൻ വിചാരിച്ചു പോയനെ പോവാണ്ട് ഉമ്മറ് പേരുണ്ടല്ലോ എന്ന് പറയാ. കിണറായാലും അങ്ങോട്ട് 1.5 കിലോമീറ്റർ ആരും പോയപ്പോ ഇയാളാറുണ്ട്. ഇയാളെ ഞാനിങ്ങനെ പോയി എത്താമലിക്കുന്നത്. അയാൾ എന്ത് ഈ കുപ്പായം കാണുന്നതന്നെ അയാൾക്ക് എന്താണ് അലർജിയാണ്. കാരണം അയാൾ അത്ര വീർപ്പിച്ചിട്ടാണ് നട്ടെ. അയാൾ ഒരു പ്രത്യേക നോട്ടൊക്കെ നിന്നു. ഞാൻ പറഞ്ഞ നമ്മുടെ ആചാരമില്ലാന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. ഞങ്ങളൊക്കെ കണ്ടാൽ ദേഷ്യം പിടിക്കും, കാരണം പണിക്കെടുത്ത ആൾക്കാർ നമ്മളല്ലേ. കയ്യൊക്കെ പിടിച്ച് എന്തൊക്കെ റാത്തല്ലേ ചായച്ചോളം ഉപയോഗിച്ച് പതുക്കെ ആൾക്കൂട്ടത്തിൽ നിന്ന് എടുക്കും. മൂപ്പർക്കും അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഒരു ഭയങ്കര സ്നേഹത്തിൽ നമ്മളോട് വരിക. ഈ ആള് എന്റെ കൂടെയുള്ള ആള് ഇയാളുമായിട്ട് ചെറിയ അകന്ന ബന്ധമുണ്ട്. അത് തമ്മിൽ പറഞ്ഞപ്പോൾ ഒരു ബന്ധുവായി. ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ അങ്ങനെ 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 അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെ കൂട്ടാൻ വന്നാൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ആ പെരയിലുണ്ട്, പള്ളിയിലൊന്നല്ല നമ്മളെ പെരയിലുള്ള നിങ്ങൾ വരിയെന്നൊക്കെ പറഞ്ഞ് അയാൾ പിന്നാലെ കൂടിയാണ്. അപ്പൊ അയാളുടെ ജീവിതത്തിൽ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു മുസ്ലിം ഇങ്ങനെ വർത്താനം പറഞ്ഞത് ഞാനാണ്. അയാൾക്ക് ഭയങ്കര തീർച്ചയായും മനസ്സിൽ അതിനോട് പറഞ്ഞു, ഞാൻ വരണ്ട്, ഇവിടേക്ക് ഞാൻ വരില്ല, ഈ നാട് ഇവിടെ ഇങ്ങോട്ട് ഞാൻ വരില്ല. അപ്പൊ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരിക. അങ്ങോട്ട് ഞാൻ എന്തായാലും വരും. കയ്യൊക്കെ മോർക്ക് പിടിച്ചു, കുറച്ച് പ്രായമുണ്ട്, ഒരു 7 വയസ്സൊക്കെ ഉണ്ടോ. കൈയൊക്കെ മുറുക്കി പിടിച്ചു, ഞാൻ വരും. അങ്ങനെ നമ്പറൊക്കെ വാങ്ങിയ പിറ്റേന്ന് രാവിലെ ഞാൻ പോണ സമയത്ത് ഒന്ന് പോയി നോക്കി. അപ്പൊ ഒരു ആടിനെ കൊണ്ട് പോയി വിളിച്ചു. ഞാൻ പറഞ്ഞു ആടിനെ കൊണ്ടേ കെട്ടി ഞാൻ അസർ ആവുമ്പത്തിന് ഞാൻ അവിടെ വരും പറഞ്ഞു. അയാൾ അസർ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. കാരണം കുറെ കൊള്ളേറ്റ് അയക്ക് കൊള്ളേറ്റ് അങ്ങനെ അയാൾ അസറിന് വരും വിചാരിച്ച് നമ്മൾ കാത്തു നിന്ന്. അസർ കഴിഞ്ഞ് കണ്ടില്ല. മരുവിന് മുമ്പ് ഞാൻ പിന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയായിട്ട് വരാം, നിങ്ങൾ വരും ചോദിച്ചു. നിങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റാത്തതാണ്. ഞാൻ എന്തായാലും വരും. എത്ര സ്ഥലം ചോദിച്ചു. ഞങ്ങളിവിടെ 3-4 ദിവസം ഉണ്ടാവും. എന്നാ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം വന്നു. ഞങ്ങളെടുത്ത് വന്നു. പള്ളിയിൽ കയറിയില്ല, റോട്ടുമല ഇങ്ങനെ പള്ളി കയറി ഒപ്പിച്ച് വെച്ചേക്കല്ലേ. റോട്ടുമല ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പതുക്കെ തൂക്കാം, ആദ്യം ബന്ധം വെക്കുക. പിന്നെ മലപ്പുറത്ത് നിന്ന് പോകണമല്ലോ, അത് വലിയ ദൂരമൊന്നുമില്ല. ഞാൻ പിടിക്കാന്ന് വിചാരിച്ച അങ്ങനെ നടന്ന് ഭയങ്കര ലോഗിയായി വിളിച്ച് ഇതൊക്കെ ആയി. പിന്നെ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്കൊക്കെ വിളിച്ചു. പിന്നെ ഒന്നും വന്നില്ല. ഞാൻ ജമാഅത്ത് കഴിഞ്ഞ് മലപ്പുറത്തെത്തി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് അയാൾ വിളിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്നേ, ഇയാളെ ചെറിയ ബന്ധമുണ്ടായി. അയാൾ വിളിച്ചു, ഉമ്മറാത്ത് മരിച്ചിട്ട് പറഞ്ഞു.
നിന്റെ മനസ്സിനുള്ളിൽ ഇന്നും ആ കേതും ദുഃഖമുണ്ട്. ആ ഉമ്രാക്കിന്റെ വീട്ടിലെ കൂടി ഒന്ന് പണിയെടുത്തിരുന്നെങ്കിൽ അയാൾ കെരിമെങ്കിൽ നന്നായി. പക്ഷെ എനിക്കിപ്പോഴുള്ള പ്രതീക്ഷ അന്ന് അദ്ദേഹം ഇസ്ലാമിനെ ചീത്ത അറിഞ്ഞിട്ടില്ല. ഞാൻ അള്ളാനെ പറ്റി പറഞ്ഞ കണ്ണിന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു 100 ആളെ കൊന്ന കഥയും ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ കഥയൊക്കെ പറഞ്ഞ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുണ്ടായാലും ഇങ്ങനെ കണ്ണോട് ഇങ്ങനെ കൈയിട്ട് തുറക്കേണ്ടി. അപ്പൊ എനിക്ക് പ്രതീക്ഷയായി. കാരണം ആ കണ്ണിനേറ്റില്ല അള്ളാഹു പാഴാക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ കവറിന് തുറന്നോ മകനെ അദ്ദേഹം മാലിൽ അടക്കിയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. നമ്മളൊക്കെ ചിന്തിക്കണം എപ്പോഴും എങ്ങനെങ്കിലുമൊക്കെ മാലിൽ നിന്നൊക്കെ പുറത്താക്കി കബറിസ്ഥാനൊക്കെ പുറത്താക്കിയാൽ നമ്മളെന്തോ നന്മ ചെയ്ത ആൾക്കാരാണ്. നല്ല വഴി നമ്മൾ മാറി ചിന്തിക്കാൻ സമയത്ത് അള്ളാഹു വലിയ കരുണയുള്ളവനാണ്. അള്ളാന്റെ കരുണയിലേക്ക് മനുഷ്യരെ വലിച്ചു ചേർത്ത് അള്ളാഹുലേക്ക് അടുക്കും, അള്ളാഹുലേക്ക് മനുഷ്യരെ അടുപ്പിക്കും. ഒറ്റ പ്രാവശ്യം നമുക്ക് പുറത്ത് എന്തായാലും പറഞ്ഞാൽ മതി, അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹ് ഒരു വഴി അന്വേഷിക്കുന്നവനാണ്. അതുകൊണ്ട് സാധാരണ സ്നേഹമാരെ നിങ്ങളോട് ഞാൻ ഈ കാര്യം എന്തിനാണ് എങ്ങനെ പറഞ്ഞു തന്നാൽ, ഈ കൂടിയ ഞാനും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ രക്ഷപ്പെടണേ എന്ന് ചിന്ത ഉണ്ടായാൽ നമ്മളൊക്കെ കൈകൊണ്ട് എത്രയോ മനുഷ്യർ രക്ഷപ്പെടും. മദ്യപിച്ചവനും വ്യഭിചരിക്കുന്നവനും തോന്നിയാസിയും തമ്മാടിയും ഒക്കെ രക്ഷപ്പെടും. അതൊക്കെ ഒരു സാഹചര്യത്തിന്റെ പേര് മനുഷ്യരിൽ എന്തായി പോണാണ്, സംഭവിച്ചു പോണാണ്. ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ വെള്ളടിക്കാരനാണെന്ന് വിചാരിച്ചു ഒരു കുട്ടിയും വളരുന്നില്ല, ഒരു കുട്ടീനെ വളർത്തുന്നില്ല. ഒരു സാഹചര്യത്തിൽ ആ കുട്ടി അങ്ങനെ ആയിപ്പോണാണ്, ആ ചെറുപ്പക്കാരൻ അങ്ങനെ ആയിപ്പോണാണ്. അവനെ കൂട്ടിപ്പിടിക്കും, നമ്മളവരെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ഈ പണി നമ്മൾ ചെയ്യും. നിങ്ങൾ ചെയ്യോ? ഒന്ന് ആലോചിച്ചിട്ട് പറയും, നിങ്ങൾ ചെയ്യോ? നമുക്കൊക്കെ ചെയ്യാൻ പരിമിതികളുണ്ട്. കാരണം എന്താ, നമ്മൾ പള്ളിയും ഇങ്ങനെ ദീനൊക്കെ ഉള്ള ആൾക്കാരെ കൂടായുണ്ട്. ഇങ്ങനത്തെ കൂട്ടുകാരെ എവിടെ ഉള്ളത് എങ്ങനെയുള്ളതെന്നൊന്നും നമുക്ക് കിട്ടുക. നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മളെ പോലത്തെ ഏതെങ്കിലും കമ്പനിക്കാരൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ പോകല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലുമൊക്കെ പിടിച്ച് ചില ആൾക്കാർ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് തരും. ഇവിടെയൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താക്കാം, നമ്മൾ പുറത്തേക്ക് വരും. പക്ഷെ നിങ്ങൾ ഇവരെ കൂടെയാണ് ഉള്ളത്. ഓർക്ക് സ്നേഹിക്കും, ഓർക്ക് ഉപകാരം ചെയ്ത് കൊടുക്കും. ഒരു ഉപകാരം ചെയ്ത് കൊടുത്താൽ മതി. ചില വെള്ളടിക്കുന്ന ചങ്ങായി ഉണ്ടാവും. വെള്ളം തന്നെ നമുക്കറിയാം. ഓനൊരു കുടുങ്ങിയപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, ഞാൻ ചെയ്തരാം സാറിനടാ, അതല്ല എന്നോട് ഇറക്കിയതല്ലേ, ഞാൻ ഇറക്കിയതാ, ഇല്ല എന്നെ ആശുപത്രി കൊണ്ടല്ലേ, ഞാൻ എന്നൊക്കെ നിന്റെ എന്തെങ്കിലും ഞാൻ തരാം എൻ്റെ കൂടെ ആശുപത്രി. അതിന്റെ പുസ്തകം കൂടെ ആക്കെ വന്നാണ് ഓ വെള്ളടി. അപ്പോഴും വെള്ളം മണക്കുണ്ടാവും, കുഴപ്പമില്ല. കെലിമ ഉള്ളിലുള്ള ഉമ്മിനായ മനുഷ്യനാണ് സഹോദര. ഓന്റെ കെലിമ ഒന്നാൻ എടുക്കൽ വില ഉള്ളതാണ്. നിങ്ങൾ കെലിമനെ നിസാരാക്കലില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കെലിമ പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അവസാനമായി പുറത്താക്കുന്ന ആളാരെന്ന് നിങ്ങൾക്കറിയോ? ഒരു പ്രാവശ്യം ജീവിതത്തിൽ കെലിമ മാത്രം പറഞ്ഞാണ്, വേറെ ഒരു അമലും ചെയ്തിട്ടില്ല. ആ കെലിമ പറഞ്ഞായിരിക്കും ലാസ്റ്റ് പുറത്തെടുക്കുക. അതോടുകൂടി നരകം ക്ലോസാക്കി. നമ്മളെ ഈ കൂട്ടുകാർക്കൊക്കെ കെലിമുണ്ട്. ഞാൻ അതിന്റെ കൂടെ ആശുപത്രിക്ക് വരണം ഒന്നും കൊടുത്ത ഓ മാറും. ചില നമ്മൾ വലിയ തിരക്കുള്ള സമയത്ത് ഒന്നാലും കുഴപ്പമില്ല. ഒരു മനുഷ്യൻ നമ്മൾ കാരണമായിട്ട് രക്ഷപ്പെട്ടാലോ. പണിയെടുക്കോ? എല്ലാവരും പറയില്ലല്ലോ. നിങ്ങൾ പണിയെടുക്കോ? അല്ലാഹു ഉണ്ടാക്കുമാറാണ്. ഇതിനൊരു ഹിമ്മത്ത്, ഇതിനൊരു മനസ്സ് നമ്മളെ ഉണ്ടാവും. ഈ മനസ്സുണ്ടാവാനാണ് 100 ആളെ കൊന്ന ആളോട് എന്ത് പറഞ്ഞത്, നിങ്ങൾ ആ നാട്ടിലേക്ക് പോയിക്കോളൂ. സാധാരണ ഇവിടുന്ന് ഈ പള്ളിയിൽ നിന്ന് എല്ലാ വെള്ളി ശനി ഞായർ ജമാഅത്തുകൾ പോകല്ലേ. എല്ലാവരും സാധാരണക്കാരായ ആൾക്കാരാണ്, വലിയ ആലിമകൾ, വലിയ സംഭവമൊന്നുമില്ല. അവനാൻ്റെ ചെറിയ പൈസ കയറ്റി കൊണ്ടുപോയി ഒരു പള്ളിയിൽ പോയി ഇതിന്റെ കാര്യങ്ങൾ പറയും കേൾക്കുകയൊക്കെ ചെയ്ത് അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ കഴിച്ചു. ഒരു 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോരും. മാഷാ അല്ലാഹ്, ഈമാൻ വെളിച്ചം വെക്കും, കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റും, തിന്മകളിൽ നിന്ന് മാറിക്കാൻ പറ്റും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമം ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും കാണാം. എയർപോർട്ടിൽ പോയാൽ അവിടെ ഉണ്ടാവും. ഒച്ചപ്പാടും അവകാശവാദങ്ങളും ഉണ്ടാവില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ്, ദുനിയാവിൽ എവിടൊക്കെ പോകുന്നുണ്ട്, എല്ലാം മാലിയും കുന്നും കയറാൻ നമ്മൾ പോകുന്നുണ്ട്. സിംലയില് ബാക്കിയുള്ള സിംലൊക്കെ കാണാപാഠം പറഞ്ഞ അടുത്ത പോസ്റ്റിന്റെ നമ്പർ വരെ പറഞ്ഞ മത്സരക്കാരുണ്ട്. 317 പ്രാവശ്യം ഊട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ആ വെറുതെ ഊട്ടിക്ക് മഞ്ചേരിന്റെ കൂട്ടുകാർ വെറുതെ ചായ അടിച്ചാൽ അറിഞ്ഞതാണ്. നല്ല കൂട്ടുകാരാണ്, വെള്ളം നൽകാത്ത നല്ല കൂട്ടുകാർ ചായ അടിച്ചാൽ അറിഞ്ഞതാണ്. അപ്പോൾ തന്നെ വണ്ടി കയറി. അതുപോലെ എന്തോ വർത്താനം പറഞ്ഞപ്പോ എന്നാ നമുക്ക് അവിടെ പോയി കുടിച്ചാൽ അങ്ങനെ അവർ വിട്ട് അരീക്കോട് കുടിച്ചാറിനെ കുറച്ച് ഞാൻ പറഞ്ഞേ നമുക്ക് എന്താ ചുരത്തുമ്പ് പോയി കുടിച്ചാൽ. എവിടെ പോയി? വയനാട് ചുരത്തുമലി പോയിട്ട് ചായ കുടിച്ചിട്ട് രാത്രി ഇങ്ങോട്ട് തന്നെ ഉണ്ട്. ഇശാ കഴിഞ്ഞിട്ട് അവിടുന്ന് പോണേ.
അവിടുന്ന് കമ്പനിയോട് ഇങ്ങനെ പോയി ചായ കുടിച്ച് ഞാൻ ചെപ്പിളെത്തിച്ച് 2 ചെയ്യായിരുന്നു. അങ്ങനെ പോണ ആൾക്കാരാണ്. അള്ളാഹുവിന്റെ പള്ളിക്ക് ഒരു 3 ദിവസം നിങ്ങൾ എന്തായാലും പോയി. പൈസക്ക് ആർക്കും പൈസന്റെ പ്രശ്നമില്ല, നിങ്ങൾക്കില്ല നമുക്കില്ല. എന്നിട്ട് നിങ്ങളെ പൈസ നിങ്ങൾക്ക്, നമ്മളെ പൈസ നമുക്ക്. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ പൈസ കൂടി നിങ്ങൾ എടുക്കണ്ട, അപ്പൊ ഞാൻ എടുക്കും. വേറെ ആരും ആ വാലി കൊടുക്കും. അപ്നാജാൻ അപ്നാമാൻ ബി അംവാലിക്കും വാംഫുസിക്കും. നിങ്ങളെ സമ്പത്ത് നിങ്ങളുടെ ശരീരം, എന്റെ പൈസയും നിങ്ങളെ ശരീരമില്ല, നിങ്ങളെ പൈസയും എന്റെ ശരീരം ഇല്ല. ഖുർആൻ പറഞ്ഞത് ബി അംവാലിക്കും വാംഫുസിക്കും. നിങ്ങളെ ശരീരം നിങ്ങളെ സമ്പത്ത് അത് ചെലവാക്കുക, എന്നിട്ട് പോവാ. അപ്പൊ നമുക്ക് ഇതേമാതിരി ആൾക്കാരെ കാണും, അള്ളാനെ പറ്റി പറയും. അപ്പൊ നമുക്ക് പറയാൻ അറിയില്ലല്ലോ, ഒരു കുഴപ്പമില്ല പോയി, നമുക്ക് പറയാൻ പഠിച്ചും ചെയ്യാൻ, നമ്മളെ ജീവിതം നന്നാവും ചെയ്യും. അതുകൊണ്ടൊരു 3 ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിച്ചൂടെ ഇൻഷാ അല്ലാഹ്. ഈ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, റമദാൻ കഴിഞ്ഞിട്ട് തിന്മകളിലേക്ക് മടങ്ങി. സാഹചര്യങ്ങളാണ് തിന്മയിൽ കൊണ്ടെത്തിക്കുന്നത്. നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നത്, മോശമായ കൂട്ടുകാരെ വിട്ടു നിൽക്കുന്നു. ഓരോ ഒഴിവാക്കാന്നല്ല പറഞ്ഞു, ഓർക്ക് സമയം കൊടുക്കാതിരിക്കാം. ഓരോട് രോഗിയൊക്കെ ഇങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാന്നല്ലാതെ ഓരോ കൂട്ടത്തിൽ അവിടെ പോയിരിക്കുക ഇവിടെ പോയിരിക്കുക അത് ചെയ്യാതിരിക്കാം. നല്ല മസ്ജിദ് നല്ല കൂട്ടുകാരായിട്ട് ഇടപെട്ടാൽ മാഷാ അല്ലാഹ് നമുക്ക് നന്നാവാൻ പറ്റും. ആരും മോശക്കാരല്ല, നന്നാവല്ലേ ഇൻഷാ അല്ലാഹ്. സഹവാസാണ് ആൾക്കാർ എന്താക്കല് നന്നാക്കല്. ബീച്ചിൽ പോയി 5 ആൾക്കാർ മലപ്പുറത്തുനിന്ന് ആ കോട്ട് റോഡിൽ നിന്ന് നേരെ നടന്നിട്ട് കോടതിൻ്റെ അതിലൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ ബീച്ചിൽ ആകാശവാണിയിൽ അവിടെ പോയി കുറച്ചേരം ഇങ്ങനെ കറങ്ങിയൊക്കെ അടിച്ചിങ്ങനെ വരികയാണ്. അപ്പൊ അസറിന്റെ സമയമായപ്പോൾ ഉച്ചക്ക് അവർ പോയത്, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ സമയമായപ്പോൾ ഒരിങ്ങനെ പോരുകയാണ്. അപ്പൊ അതിൽ 5 ആൾ ഒരാളുണ്ട് കൃത്യമായി ഇമാം ജമാഅത്തായി പള്ളി നിസ്കരിക്കുന്ന ആൾ. ബാക്കിയുള്ളവരൊക്കെ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആൾക്കാരാണ്, എതിരാളികളൊന്നുമില്ല, നിസ്കരിക്കും. പക്ഷെ അങ്ങനെ പഞ്ചായത്ത് ഇല്ല, കൃത്യതൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ കോടതി അതിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ കോടതി നേരെ ഓപ്പോസിറ്റ് ഒരു കാതിരിക്കുവായ ജുമാ മസ്ജിദുണ്ട്, ആ പള്ളിയുടെ അടുത്ത് വാങ്ങ് കൊടുത്തു. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു നമുക്ക് നിസ്കരിച്ചു പോയാലോ. ബാക്കി 4 ആൾക്കാർ പറഞ്ഞു ഉണ്ടാക്കി നിസ്കരിച്ചാൽ വന്നാല് ബസ്സർ പോകും, നിസ്കാരമൊക്കെ എന്നിട്ട് മലപ്പുറത്തിൽ ഇന്നും നിസ്കരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക നിങ്ങൾ പറയും ഓൻ പറയോ എന്നാ നിങ്ങൾ പോയിക്കോളൂ ഞാൻ നിസ്കരിച്ചിട്ട് വരാൻ പറയോ? പറയില്ല. കാരണം ഓന്റെ 4 കൂട്ടുകാരാണ്, ഓൻ ഒറ്റക്കായി പോയി. അതുകൊണ്ട് ഓൻ പറഞ്ഞ ആയിക്കോട്ടെ അവിടെ നിസ്കരിച്ചാൽ പോകുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ വേദന ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ നേരെ തിരിച്ചാട്ടെ. 4 ആൾക്കാർ കറക്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ നിസ്കരിച്ച ആൾക്കാരാണ്. ഒരുത്തന് ആ പരിപാടിയില്ല. വെള്ളിയാഴ്ചൊക്കെ ഇങ്ങനെ ഒപ്പിച്ചു പേര് രജിസ്റ്ററിന് പോവാക്കാൻ വേണ്ടിയിട്ടുള്ള 3 വെള്ളിയാഴ്ച അടുപ്പിച്ച് കളയാതൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആയിക്കോട്ടെ ഒരാളാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത മുമ്പിൽ പറഞ്ഞു ഞങ്ങൾ പള്ളി കയറി നിസ്കരിക്കാം. ഇപ്പം പറയാം ഞാനില്ല, നിങ്ങളവിടെ നിസ്കരിച്ചോളി, ഞാൻ പോവാൻ പറയോ. ഓന് ഓല കൂടെ കയറും. എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത്? സാഹചര്യം എവിടെയാണോ അവിടേക്ക് മനുഷ്യർ നിൽക്കും. 10 ലിറ്റർ ചുടുവെള്ളത്തിക്ക് 1 ഗ്ലാസ് ഐസ് വാട്ടർ ഒഴിച്ചാൽ എന്താവും? മുട്ട തണുക്കൂലേ? തണുക്കൂല. ഐസ് വാട്ടർ ചൂടാവും. കാരണം 10 ലിറ്റർ ഭയങ്കര ചൂടാണ്. അതിലേക്ക് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ് ചൂടാകാന്നല്ലാതെ നേരെ തിരിച്ചായി 10 ലിറ്റർ ഐസ് വാട്ടർ അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചാൽ അതാണ് തണുക്കുന്നല്ലാതെ വേറൊന്നുമില്ല. ഇതേപോലെ നമ്മൾ ആരെ കൂട്ടുകാരെ കൂടാണോ ഉള്ളത് അവരിലേക്ക് നമ്മൾ അറിയാതെ ആയിപ്പോവും. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു നല്ല അവസ്ഥയിലാണ്. സ്വന്തമായി രാത്രിയിൽ അള്ളാഹുവിനോട് പറയാം, എന്റെ കൂട്ടുകാരെ നന്നാക്കി തരണേ പടച്ചോനെ, നിന്നെ അനുസരിക്കാൻ ഭാഗ്യം തരണേ, 5 വക്ത് നമസ്കാരം കൃത്യം നിർവഹിക്കാൻ അവസ്ഥ തരണേ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പറയാം. ഇന്ന് നിങ്ങൾ ഒറ്റക്ക് അള്ളാഹുവിനോട് വരക്കണം, കേൾക്കൂലേ? കേൾക്കൂലേ? ഒറ്റക്ക് അവരവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ അമ്മ വാപ്പ കുടുംബത്തിനൊക്കെ നല്ല കബൂലാക്കുമാറാണ്. നമ്മൾ കുറച്ച് ചേർന്ന് നിന്ന് വരയ്ക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യും ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പോടുകൂടി. അല്ലാണ്ട് സ്വീകരിച്ചേക്കും ചിലപ്പോൾ സ്വീകരിച്ചു അങ്ങനൊന്നുമില്ല, ഉറപ്പായിട്ട് സ്വീകരിക്കുന്നുള്ള ഉറപ്പോട് കൂടി ദുആ ചെയ്യും. അള്ളാഹ് നമ്മൾ കൂടുതൽ കബൂലാക്കുമാറാണ്.